അതുപോലെ ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ വിഷയത്തിൽ നമ്മോട് സ്തോത്രം സംസാരിക്കും. ഇതൊക്കെ വളരെ അനുഗ്രഹവും ആശ്വാസമായി തീരേണ്ടത് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന് ആത്മാവിനെ സഹായിക്കട്ടെ. കണ്ണടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന നല്ല കർത്താവെ, തിരുനാമത്തിനായി സ്തോത്രം ചെയ്യുന്നു. മനോഹരമായ ഒരു നല്ല പുറക്കാട് ഞങ്ങൾക്ക് നൽകിയിരുന്നു. കർത്താവിനെ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടായ ഉപവാസ പ്രാർത്ഥനയുടെ മൂന്നാമത്തെ പകൽക്കാലം നമ്മെ കടന്നുവരാൻ കർത്താവ് സഹായിച്ചു. ഈ മണിക്കൂറുകളിലെല്ലാം കർത്താവ് തിരുസാന്നിധ്യം, കർത്താവ് സാഹസനോടും ഭവനത്തോടും കർത്താവിനെ കൂടെ സഹകരിക്കുന്ന എല്ലാവരോടും അങ്ങനെ സാന്നിധ്യം ഉണ്ടായല്ലോ. സ്തോത്രം. ഇന്നലെ രാത്രിയിലും പകലും ശക്തമായ ആളുകൾ കേൾക്കുവാൻ കർത്താവ് സഹായിച്ചു. ഇന്ന് പകൽക്കാലം അങ്ങനെ പാതകളെ ഞങ്ങൾ താഴ്ന്ന് കർത്താവ് സഹായിക്കണം, അനുഗ്രഹിക്കണം. അല്ലാത്തതൊന്നും പറയാൻ കർത്താവ് അനുവദിക്കരുത്. അതിൽ നിന്ന് പുറത്തുള്ളത് അനുഗ്രഹമായി തീരുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കും. അടിയനെ പാതകൾ താഴ്ത്തുന്നു. അടിയനെ പ്രവേശനമൊന്നും കർത്താവ് കണക്കിലാക്കും. ഇന്ന് പകൽക്കാലം ഇവിടെ പറയുന്ന വാക്കുകൾ പ്രിയപ്പെട്ടവർക്ക് അനുഗ്രഹത്തിനും ആശ്വാസമായി തീരുവാൻ പരിശുദ്ധം സഹായിക്കണം. അതിന് വിരുദ്ധമായി എഴുന്നേറ്റ് വരുന്നു എല്ലാ പൈശാചിക മണ്ഡലങ്ങളെ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് സാഹസിച്ച് ചെയ്യപ്പെടുകയാണ്. കർത്താവ് പ്രാർത്ഥനയുടെ സ്തോത്രം ഞങ്ങൾ ഒരുമിച്ച് ബലപ്പെടുന്നു. സത്യം യേശുവിനെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തെ കേട്ട് ഉത്തരം അറുമാകണമേ. കർത്താവ് ക്ഷേമത്തോടെ നടത്തട്ടെ. തുടർന്നും എനിക്ക് ശേഷമായിട്ട് കർത്താവ് ക്ഷേത്രത്തിൽ അവയെ വീണ്ടും സമയം സൂക്ഷിക്കും. എനിക്കൊരു സമയം അവയെ പറഞ്ഞിട്ടുണ്ട്. ആ സമയം വരെയും അവ ഞാൻ കർത്താവിനെ ആശ്രയിച്ച് നിൽക്കുവാൻ താല്പര്യപ്പെടുന്നു. നിങ്ങളുടെ ഇവിടെ പ്രാർത്ഥന പ്രാരംഭമായി ചോദിക്കും. സ്തോത്രം. അവനിവിടെ ഇരിക്കുന്ന സ്തോത്രം കർത്താവിന്റെ ശ്രേഷ്ഠദാസനായ പ്രിയ ദേവദാസൻ കുടുംബവും അതുപോലെ തന്നെ സ്തോത്രം ഈ പ്രാർത്ഥനയെ സഹകരിച്ചുകൊണ്ടിരിക്കുന്ന എനിക്ക് പരിചയമൊന്നും ഇല്ലാത്തതുമായ പ്രിയപ്പെട്ടവരുണ്ട്. അവൻ സ്തോത്രം എല്ലാവർക്കും അവൻ വേഗം വരുന്ന കർത്താവിന്റെ നാമത്തിൽ അവൻ സ്തോത്രം എൻ്റെ സ്നേഹം നടത്തി അറിയിക്കുന്നു. ദൈവകാലം സ്തോത്രം. എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു പകൽക്കാലമാണ്. കാരണം മറ്റൊന്നുമല്ല, സ്തോത്രം വിദേശത്തായിരുന്നതിന്റെ അവൻ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ഞായറാഴ്ച രാവിലെ ദേശത്തേക്ക് കടന്നു വന്നു. അവൻ സ്തോത്രം കടന്നു വന്നത് സ്വാഭാവികമായി നടന്ന സംഭവമാണെങ്കിലും ഇന്ന് അവൻ സ്തോത്രം പകൽക്കാലവും ഇന്നലെ രാത്രിയിലും ഒക്കെ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ മറ്റൊരിടത്ത് തിരുവനന്തപുരത്തായിരുന്നു കഴിഞ്ഞ ദിവസമായിരുന്നത്. അപ്പോൾ തന്നെ ഇന്ന് പകൽക്കാലം ഇന്ന് രാത്രി തന്നെ കടന്നു വന്നു. അവൻ ഇവിടെ വന്ന് എനിക്കറിയാം. രാവിലെ കാണാനിടയെ തോന്നുന്നു. സ്തോത്രം പ്രഭാതത്തിൽ പത്തനാപുരം പ്രദേശത്തേക്ക് ശുശ്രൂഷയ്ക്കായി കടന്നു പോയിരിക്കുന്നു. സ്തോത്രം. എനിക്കും ഇവിടെ ശുശ്രൂഷിപ്പാൻ അവസരം ലഭിക്കുക എന്ന് പറയുന്നത് ജീവിതത്തിൽ വലിയൊരു ഭാഗ്യമാണ്. പ്രത്യേക ചില ജീവിതത്തിൽ അവൻ സ്തോത്രം വളരെ എടുത്തു പറയേണ്ട കാര്യമാണ്. സ്തോത്രം. ഞാനിവിടെ ഒത്തിരി കാര്യങ്ങൾ ചിന്തിക്കുകയാണ്. കഴിഞ്ഞ കാല ജീവിതങ്ങളിൽ അവൻ സ്തോത്രം യാത്രാ ക്ലേശങ്ങൾ ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ഭാര്യ വയ്യാത്ത ശാരീരികമായ ബുദ്ധിമുട്ടുള്ള ആളാണ്. അവൻ സ്തോത്രം ഞങ്ങളുടെ നാട്ടിൽ നിന്നും ഓയിലിൻ്റെ പ്രദേശത്തേക്ക് പോകണമെങ്കിൽ 3 പ്രാവശ്യമെങ്കിലും, ഏറ്റവും കുറഞ്ഞത് 3-4 പ്രാവശ്യം എവിടെയെങ്കിലും ഇന്നെങ്കിൽ മാത്രമേ റെസ്റ്റ് എടുത്തെങ്കിലും ഓയിലെത്താൻ പറ്റത്തുള്ളൂ. നടന്നാണ് പോകുന്നത്. സ്തോത്രം. മത്സ്യങ്ങൾക്കെല്ലാം അങ്ങനെ പോയിട്ടുണ്ട്. സ്തോത്രം. അതിനകത്ത് തന്നെ ഈ കാലയളവിൽ അങ്ങനെയല്ല. സ്തോത്രം. മകൻ അവനെ സ്കൂട്ടറെടുത്തുകൊണ്ട് പോകുന്നു, അപ്പൻ കാറെടുത്തുകൊണ്ട് പോകുന്നു. അങ്ങനെ അവൻ ഒരു കാലത്ത് ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ ഞാൻ വിലപിടിപ്പുള്ള വലിയ കാറിൻ്റെയോ വലിയ സ്കൂട്ടറിൻ്റെ കാര്യം നടത്തുന്ന അതെനിക്ക് വലുതായി അങ്ങനെ മഹത്വകരമായ നിലവാരത്തിൽ കർത്താവ് ഞാൻ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു, നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ കർത്താവിനെ കുറിച്ച് പ്രസംഗിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. മറ്റേതിനേക്കാളും അവിടെ എന്തെങ്കിലും പ്രതീക്ഷിച്ചോ എന്തെങ്കിലുമൊക്കെ ഉള്ള സംതിങ്ങിനല്ല. ഞങ്ങളെ ഉയർത്തുന്ന, നമ്മെ ഉയർത്തുന്ന, നമ്മെ സഹായിക്കുന്ന ആ ദൈവം തന്നിരിക്കുന്ന ഐശ്വര്യം, ആരോഗ്യവും നമുക്ക് തന്നിരിക്കുന്ന കഴിവും പ്രാപ്തിയുടെ ഏറ്റവും മനോഹരമായ നിലയിൽ കർത്താവിന്റെ നാമത്തിന് വേണ്ടി ശീലപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെപ്പോൾ. അതുകൊണ്ട് തന്നെ ഇങ്ങനെ അവസരം എനിക്ക് ഭയങ്കര ഭാഗ്യമാണ്, സന്തോഷമാണ്. ഭയങ്കര എനിക്ക് വിശേഷം ഞങ്ങളുടെ പ്രിയ സൗകര്യമാരൊക്കെ അവരുടെ സ്തോത്രം കഴിഞ്ഞ നാളുകളിൽ അവരൊക്കെ നന്നായി അറിയാവുന്ന അവരൊക്കെ ഈ കൂട്ടായ്മയിലിരിക്കുമ്പോൾ വളരെയധികം സംരക്ഷിക്കാൻ ഭാഗ്യമുണ്ട്. സ്തോത്രം. അത് ആ കർത്താവിനെ അവരുടെ സ്തോത്രം ഓർക്കുകയും ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ആ കർത്താവ് എനിക്ക് തന്ന നന്മകൾ അനുഭവിക്കുവാൻ കർത്താവ് എനിക്ക് വേണ്ടി ചെയ്ത
ആ സ്തോത്ര അനുഭവങ്ങൾ ഓർക്കുമ്പോഴൊക്കെ എനിക്ക് ചില വരികളൊക്കെ ഓർമ്മ വരും. ഞാനത് കുറിച്ചു വയ്ക്കും. അത് പാട്ടായിട്ട് അമ്മ സ്തോത്രമൊക്കെയാണ് അവതരിപ്പിക്കുന്ന സ്തോത്രം. അതുകൊണ്ട് ഞാൻ ഒരു 8 വരി ഞാൻ പാടാം. അമ്മ സ്തോത്രം ശേഷം പഠനത്തിലേക്ക് പ്രവേശിക്കും. ദൈവാത്മാവ് തന്ന ചിന്ത പങ്കുവെച്ച് ഞാനിരിക്കും. സ്തോത്രം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അമ്മ വരികൾ ഇങ്ങനെ മനം വേദനകൾ എനിക്കായി നീ സഹിച്ചു, നിണം ഒഴുക്കി എൻ്റെ പാപത്തെ കഴുകി ശുദ്ധനാക്കി. നന്ദി ഞാൻ ചൊല്ലുന്നു എൻ ദൈവമേ, വാക്കുകൾ പോരാ, എൻ്റെ നാവ് പോരാ. അടുത്ത വരി ഇങ്ങനെയാണ്: പകരം തരാൻ എനിക്കൊന്നുമില്ല, പകരമായി എന്നെ ഞാൻ നൽകിയിരുന്നു. പകർന്നിടാമോ നിന്റെ ആത്മാവിനെ, പകരത്തോളം ഞാൻ നിന്റെ വേല ചെയ്യാം. സ്തോത്രം. അവൻ വരികളെ കേട്ടെന്ന് വിശ്വസിക്കുന്നു. അമ്മയൻ മനം തകരും. അമ്മയെ അവൻ മനം തകരുന്ന വിധത്തിൽ നീ എനിക്കായി വേദന ശ്രമിച്ചു. എൻ മനം തകരും വേദനകൾ എനിക്ക് നീ സഹിച്ചു, നീളം ഒഴുക്കി എൻ്റെ പാവത്തെ നീ കഴുകി ശുദ്ധനാക്കി. എൻ മനം തകരും വേദനകൾ എനിക്ക് നീ സഹിച്ചു, നീളം ഒഴുക്കി എൻ്റെ പാവത്തെ നീ കഴുകി ശുദ്ധനാക്കി. നന്ദി ഞാൻ ചൊല്ലുന്നു എൻ ദൈവമേ, വാക്കുപോല എൻ്റെ നാവ് പോല. നന്ദി ഞാൻ ചൊല്ലുന്നു എൻ ദൈവമേ, വാക്കുപോല എൻ്റെ നാവ് പോല. എൻ മനം തകരും വേദനകൾ എനിക്ക് നീ സഹിച്ചു, നീളം ഒഴുക്കി എൻ്റെ പാവത്തെ നീ കഴുകി ശുദ്ധനാക്കി. പകരം തരാൻ എനിക്കൊന്നുമില്ല, പകരമായി എന്നെ ഞാൻ നൽകിയിടുന്നു. പകരം തരാൻ എനിക്കൊന്നുമില്ല, പകരമായി എന്നെ ഞാൻ നൽകിയിടുന്നു. പകർന്നിടാമോ നിന്റെ ആത്മാവിനെ, പകലന്ത്യത്തോളം ഞാൻ വേല ചെയ്യാം. പകർന്നിടാമോ നിന്റെ ആത്മാവിനെ, പകലന്ത്യത്തോളം ഞാൻ വേല ചെയ്യാം. എൻ മനം തകരും വേദനകൾ എനിക്ക് നീ സഹിച്ചു, നിന്നിടമൊഴുക്കി എൻ്റെ പാവത്തെ നീ കഴുകി ശുദ്ധനാക്കി. എൻ മനം തകരും വേദനകൾ എനിക്ക് നീ സഹിച്ചു, നിന്നിടമൊഴുക്കി എൻ്റെ പാവത്തെ നീ കഴുകി ശുദ്ധനാക്കി. എന്നെ കഴുകി ശുദ്ധനാക്കി. ഇങ്ങനൊരു വിടുതൽ സംഭവിച്ചാണ് നമ്മൾ ശുശ്രൂഷ. വിശ്വാസമുണ്ട്. അതിനൊക്കെയാണ് ഈ ഉപവാസമൊക്കെ ഇങ്ങനെ ഇനിയുണ്ട്. 4 പാടുന്ന ദൈവം നമ്മെ സഹായിക്കട്ടെ. സ്തോത്രം. എൻ്റെ മനം തകരുന്ന വിധത്തിൽ എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി വേദന സഹിച്ചു. ഞാൻ നന്ദി ചൊല്ലുന്ന കർത്താവ് എന്റെ തലമുറയെ രക്ഷിക്കുക. എന്റെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് എന്റെ പേര് ചൊല്ലി വിളിച്ച ദൈവം എനിക്ക് വേണ്ടി വെറുതായി കൊടുത്തതായ അനുഭവമാണ് എന്റെ മനം തകർന്ന അനുഭവത്തിൽ എനിക്കായി നീ വേദന സഹിച്ചു. അവൻ പറയാൻ എന്റെ ആയുസ്സോടത്തോളം ഞാൻ എന്റെ വേല ചെയ്യാം. അതാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഡ്യൂട്ടി. സ്തോത്രം. അതായിരിക്കണം. ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ. സ്തോത്രം. ഒരുപക്ഷെ ഞാൻ ആത്മഹത്യയുടെ അനുഭവത്തിൽ സ്തോത്രം ഒക്കെ ആയിരുന്നു. എറണാകുളം മെഡിക്കൽ ഹോസ്പിറ്റലിൽ എനിക്ക് പരിചയമുള്ള ഒരാളെ കൂട്ടുപിടിച്ചിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് മരിക്കണം, എനിക്ക് കുറച്ച് ടാബ്ലറ്റ് വേണം. സ്തോത്രം. സൈലന്റ് ആയിട്ട് സ്ലീപ്പ് ചെയ്ത് മരിക്കാനുള്ള സ്തോത്രം. ഞാൻ എറണാകുളം മെഡിക്കൽ ഹോസ്പിറ്റലിൽ ലിപ്റ്റ് ഓപ്പറേറ്ററായിട്ടുള്ള സ്തോത്രം ആ വിൽസനെ കണ്ടിട്ട് പറഞ്ഞു. വിൽസന്റെ പരിചയത്തിൽ ഞാൻ ചെന്ന സ്തോത്രം ആ ഡോക്ടറുമായിട്ട് ഡോക്ടറെ പരിചയപ്പെടുത്തി വിൽസൻ.
എൻ്റെ ഒരു സ്നേഹിതനാണ്. സ്തോത്രത്തിന് സുഖമില്ല. നാളുകളായി ഇവർക്ക് ഞാൻ കള്ളം പറഞ്ഞത് സ്തോത്രം. എനിക്കൊത്തിരി ടാബ്ലറ്റ് വേണം, മറ്റൊന്നുമല്ല കഴിക്കണം. സ്തോത്രം മരിക്കണം. സ്തോത്രം. ആദ്യം കുറച്ച് ടാബ്ലറ്റ് തന്നു എന്നെ ടെസ്റ്റ് ചെയ്യാൻ. ഞാനത് എല്ലാം കഴിച്ചില്ല, ഒരെണ്ണം കഴിച്ചു. സ്തോത്രം ക്രമത്തിൽ അതിനെ എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞു. സ്തോത്രം. അകത്തെ മനുഷ്യൻ പറഞ്ഞു, സ്തോത്രം ഇതുകൊണ്ട് കാര്യമായില്ല, ഒത്തിരി വാങ്ങിക്കുക. സ്തോത്രം. ഡോക്ടർ വീണ്ടും ഞാൻ അടുത്ത ദിവസം ഞാൻ അന്ന് എറണാകുളം ജോസ് ഫാസിന്റെ ഒരു ഫിലിം സ്റ്റാർ അറിയപ്പെടുന്ന സ്റ്റാറിന്റെ ജോലി ചെയ്യുകയാണ്. സ്തോത്രം. സമയം കണ്ടെത്തി പോവുകയാണ്. സ്തോത്രം. വീണ്ടും ഡോക്ടറെ കണ്ടു. അതേ സമയത്ത് എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലെ ഈ കാര്യം പറയും. ലേഡി ഡോക്ടർ സ്തോത്രം. അവര് പറഞ്ഞു എന്റെ ഉള്ളവനാണ്, ഒരു വിഷമതയ്ക്കായി. സ്തോത്രം. എന്താണ് പ്രശ്നം അറിയാം. പക്ഷെ അകത്തെ മനുഷ്യൻ പറഞ്ഞു, സ്തോത്രം നിൽക്കരുത്. സ്തോത്രം. എന്തെങ്കിലുമൊക്കെ നിനക്ക് സ്തോത്രം യാതൊരു കുഴപ്പമില്ലാത്ത നീ എന്തെങ്കിലുമൊക്കെ രോഗത്തിന് അടിമയായി തീരാൻ സാധ്യതയുണ്ട്. സ്തോത്രം. അതിനേക്കാൾ നല്ലത് പൊക്കുകളുമായി എന്നുള്ള ഉള്ളിലൊരു പ്രയത്നം എന്നെ അവിടെ മാറ്റിക്കണം. സ്തോത്രം. അവിടെ കൊണ്ട് കഴിഞ്ഞിട്ട് വീണ്ടും സ്തോത്രം ചില നാളുകൾ കഴിഞ്ഞപ്പോൾ ഈ പ്രയത്നം വല്ലാതെ പിന്തുണ. സ്തോത്രം. നമുക്കറിയാവുന്ന ദേശത്തുള്ള ഒരു വലിയ പാലത്തിന്റെ മുകളിൽ ഒരു വെളുപ്പാൻ്റെ അകലെ ഒരു വ്യക്തി മദ്യവുമായി. സ്തോത്രം. അത് കഴിച്ചാൽ ഞാൻ പലരും ചോദിച്ചില്ല എങ്ങനെ മരിക്കാൻ പറ്റും. അമിതമായ മദ്യപാനം വിളിച്ചെന്നാൽ സ്തോത്രം വെള്ളത്തിൽ തന്നു തല ഉണർത്തില്ല. ഈ ശക്തമായ പ്രയത്നം അവന്റെ ഉള്ളിൽ തന്നു. സ്തോത്രം. പിശാചിനെ അതിലേക്ക് വലിച്ചഴിച്ചു കൊണ്ടു. പക്ഷേ ദൈവത്താൽ അയക്കപ്പെടുന്ന ഒരു മനുഷ്യനെ എടുക്കണം എന്നിട്ട് പറയുക, എന്തിനാ ഈ സമയത്ത് നിൽക്കുന്ന. സ്തോത്രം. ഏതാണ്ട് പ്രഭാതമൊക്കെ ആയിപ്പോയി. സ്തോത്രം. ഞാൻ അതിനെ ചോദിച്ചു. സ്തോത്രം. ചില സംഭവങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. വീണ്ടും സ്തോത്രം. ഞാൻ ചോദിച്ചു മറുപടി എനിക്ക് കിട്ടിയില്ല, ന്യായമായ മറുപടി കിട്ടിയില്ല. സ്തോത്രം. എന്നാൽ അത് വലിച്ചെറിഞ്ഞിട്ട് വീണ്ടും അവിടെ നിന്നാണ് ഞാൻ എൻ്റെ ഭവനത്തിലേക്ക് കിടക്കുന്നു. സ്തോത്രം. അങ്ങനെയാണ് ആത്മഹത്യ പ്രയത്നത്തിലും അനുഭവത്തിലും ഒക്കെ വിടുതൽ പ്രാപിച്ച് കർത്താവിനെ സ്വീകരിക്കുവാൻ ഇറങ്ങിത്തിരിക്കാൻ കർത്താവ് തന്ന ആയുസ്സും ആരോഗ്യവും ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അത് എത്രമാത്രം ദൈവനാമത്തിന് പ്രയോജനപ്പെടാമോ അതിനുവേണ്ടി ഓടുകയാണ്. ദൈവത്തിന് നമ്മുടെ സഹായിക്കുന്ന രാത്രിയിൽ മറ്റൊരിടത്ത് സൂക്ഷിക്കുവാൻ താല്പര്യപ്പെടുന്നു. ഇന്ന് പകലെ ഇവിടെ കർത്താവ് സഹായിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ പകൽക്കാലം ശുശ്രൂഷ എനിക്ക് വളരെ അടുത്തറിയാം. സ്തോത്രം. അദ്ദേഹത്തിന്റെ രോഗശൈലിയിൽ വളരെ വ്യത അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ വളരെ കഷ്ടപ്പെട്ട് അനുഭവിച്ച മനുഷ്യനാണ്. ഞങ്ങളെല്ലാം കൂടെ ഒരു സമയ സ്തോത്രം സംതിങ് ഒരു അല്പം സാമ്പത്തിക സംവിധാനം കുറിപ്പിച്ച് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾക്കായിട്ടൊക്കെ അദ്ദേഹത്തിന്റെ ആ ശാരീരികമായ ക്ഷീണത്തിൽ ആരും സഹായിക്കാനില്ലല്ലോ എന്ന് ഓർത്തിട്ട് ഞങ്ങൾ ചില ദേവദാസന്മാർ നല്ലൊരു സാമ്പത്തിക കാര്യമായിട്ട് സ്തോത്രം അദ്ദേഹത്തിന് സുഖമില്ലാതിരിക്കുന്ന സമയത്ത് ചെന്ന് കാണാനൊക്കെ ഇടയാക്കിയിരുന്നു. അന്ന് അദ്ദേഹത്തിന് നല്ലൊരു കൊച്ചു മകളുണ്ട്. ആ മകളെ എപ്പോഴും നമ്മൾ ഓർക്കും. അത്രമാത്രം ഒരു മകനുള്ളതിനേക്കാൾ ബലമാണ് ആ മകൾ. സ്തോത്രം. അത്ര സഹായി. അപ്പന്റെ മുഖത്ത് ഈ ഭാവഭാഷ മുഖത്തിൽ ഭയങ്കര സ്തോത്രം. ഒരു എന്താ പൊന്നി എന്നൊക്കെ നാട്ടൻ ഭാഷ പറഞ്ഞോളെ ഒരു സംഭവമായിരുന്നു. അതിന് ചികിത്സകളുള്ള ബന്ധത്തിൽ അദ്ദേഹം ചാരി ഇരിക്കാൻ പറ്റത്തില്ല. അദ്ദേഹത്തിന് വേണം ഈ മകളാണ് ട്രീറ്റ് ചെയ്യുന്ന. സ്തോത്രം. അപ്പൻ ചാരി അങ്ങോട്ട് ഇരുന്നിട്ട് അപ്പനെ ആശ്വസിപ്പിച്ച് സാരമില്ല എന്ന് പറഞ്ഞു. നല്ലൊരു മകളിൽ പ്രശ്നങ്ങളായി അവിടെ നിന്ന് കർത്താവ് മെഡിക്കൽ കോളേജിൽ പറഞ്ഞില്ലേ സ്തോത്രം. എല്ലാവരും പ്രാർത്ഥിക്കത്തക്കൊണ്ട് രോഗത്തിന് അനുഭവത്തിലേക്ക് വന്നു. അവിടെ നിന്ന് കർത്താവ് പിടിച്ചടക്കി അവയെ കർത്താവിലേക്കായിട്ട് എന്ന് വിശ്വസിച്ച് നിൽക്കുന്നു. സ്തോത്രം. രാത്രിയിലും അദ്ദേഹത്തിന് കൂടെ ചില ആളുകളെ കേൾക്കാൻ എനിക്ക് വ്യക്തിപരമായി സഹായിച്ചു. സ്തോത്രം. ഞാൻ ഇപ്പോൾ ഇന്ന് രാത്രി ഇങ്ങനെയുള്ള അനുഭവത്തിന്റെ നടുവിൽ കൂടെ നിന്ന് നമുക്ക് സാക്ഷ്യം പറയുവാൻ നമുക്ക് കർത്താവിന് സ്വീകരിക്കാൻ നൽകിയ നല്ല അവസരങ്ങൾക്കായി ദൈവത്തിന് സ്തോത്രം. അല്ലെങ്കിൽ ഇന്ന് പകൽക്കാലം സ്തോത്രം ദൈവത്തിന്റെ വചനമായി നമുക്ക് മുൻപോട്ട് പോകുക. ദൈവത്തിന്റെ വചനമാണ് നമുക്ക് ആശ്വാസം. ഞാനൊരു കാര്യം കൂടി ഇറങ്ങി പറയട്ടെ. നമ്മുടെ ഈ ഓരോ ശുശ്രൂഷകളും അനുഗ്രഹപ്രദമാക്കുന്നത് ശുശ്രൂഷകൾ മാത്രം നിന്നതുകൊണ്ടല്ല, ശുശ്രൂഷകളുടെ ശബ്ദത്തിന്റെ ഗാംഭീര്യം കൊണ്ടൊന്നും, മറിച്ച് നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് നമുക്ക് തന്നിരിക്കുന്ന കൃപയ്ക്കനുസരിച്ച് എന്ത് ചെയ്യണം, അതിനെ അങ്ങോട്ട് സ്വീകരിക്കുമ്പോൾ, അതിനെ അങ്ങോട്ട് സഹായിക്കുമ്പോൾ, നമുക്ക് നമ്മുടെ പ്രാർത്ഥിക്കനുസരിച്ച് സ്തോത്രം പറഞ്ഞും പ്രാർത്ഥിച്ചും ജാഗരിച്ചും ഒക്കെ അതിനെ അങ്ങോട്ട് സ്തോത്രം പ്രോത്സാഹിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് നന്മ പ്രാപിക്കാൻ പറ്റത്തുള്ളൂ. പറ്റുന്നത് ഒരുപാട് പ്രാർത്ഥനകൾ നമുക്കായിരിക്കാം.
അവർ നിങ്ങളുടെ നല്ല സാന്നിധ്യവും ആമേ സമീപനമൊക്കെ പ്രതീക്ഷിക്കുന്നു. ദൈവാത്മാവ് സഹായിക്കട്ടെ. ഏത് പ്രയാസത്തിനും, ഏത് പ്രതികൂലത്തിനും, ഏത് പ്രതിസന്ധികൾക്കും ആമേ സ്തോത്രം മറുപടി തരുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. സ്തോത്രം. ആമേൻ. മരിച്ചവനെ വിടുവിച്ച ദൈവം അല്ലേ? സ്തോത്രം. മരിച്ചവനെ ഉയർപ്പിച്ച ദൈവം. അവൻ കുഷ്ഠരോഗിയെ സൗഖ്യമാക്കിയ ദൈവം. പക്ഷപാതക്കാരനെ എഴുന്നേൽപ്പിച്ച ദൈവം. സ്തോത്രം. മുടന്തനെ നടക്കുമാറാക്കിയ ദൈവം. ആമേ സ്തോത്രം. എന്ന് വേണ്ട ആമേ സ്തോത്രം. ആമേ ഏതെല്ലാം ചോദ്യങ്ങൾക്ക് ആമേ വിടുതലില്ല എന്ന് പറയുന്ന ലോകത്തിന്റെ ഏത് ചോദ്യം കൊണ്ടുവന്നാലും അവിടെയെല്ലാം ആമേ സ്തോത്രം മറുപടി പറയത്തക്കവണ്ണം പരിശുദ്ധാത്മാവിന് കഴിയാൻ അവൻ പ്രവർത്തിക്കാൻ കഴിയും. ആ പരിശുദ്ധാത്മാവ് നമ്മുടെ ഭവനത്തിലും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും ഏതെല്ലാം മേഖലകളിൽ പ്രവർത്തിക്കണമോ അവന് കഴിയും. ഒറ്റ കാര്യമേ ഉള്ളൂ, അതിന് പ്രവേശിക്കുന്ന വീട് ഉണ്ടാക്കി കൊടുക്കുന്നുള്ള സ്തോത്രം. അതിന് ഏറ്റവും പരമപ്രധാനമായ ഒരു സന്ദർഭത്തിന് ഉപവാസമാണ്. സ്തോത്രം. എങ്ങനെയാണ്? ആമേ നമുക്കറിയാം, ഉപവസിക്കുമ്പോൾ ആമേ സ്തോത്രം പ്രാർത്ഥിക്കുമ്പോൾ നീ അറയിൽ കടന്ന് ആമേ സ്തോത്രം ആമേ നിന്റെ പിതാവിനോട് രഹസ്യത്തിൽ നിന്നെ അറിയുന്ന, നിന്നെ കേൾക്കുന്ന, നിന്നെ മനസ്സിലാക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് മനസ്സിലാക്കി ആമേ സ്തോത്രം മറ്റാരും കേൾക്കാതെ ഒരാവശ്യം ആമേ സ്തോത്രം ഒരു വ്യക്തിയോട് പറയുന്നത് പോലെ പരിശുദ്ധാത്മാവോട് പറയാൻ തുടങ്ങിയ അവൻ അടങ്ങിയിരിക്കത്തില്ല. അവൻ നിനക്ക് വേണ്ടി വേറെ ചെയ്യുവാൻ അത് ആത്മാവിൽ അന്യഭാഷയിലാണെങ്കിൽ അങ്ങനെ ആത്മാവിനെ അവൻ ജാഗരിച്ചു തുടങ്ങിയ അവൻ നിന്റെ വിഷയങ്ങൾ കണ്ണീരോടെ അവതരിപ്പിക്കാൻ തുടങ്ങിയ നിന്റെ കണ്ണീരിന് അപ്പുറമായി മടങ്ങിപ്പോകുന്ന മാറിപ്പോകുന്ന ഒരു ദൈവത്തെ അല്ല നീ സേവിക്കുന്നത്. കണ്ണീരിന് മറുപടി നൽകി ആശ്വസിപ്പിക്കുന്ന ദൈവത്തെയാണെന്നുള്ള അവൻ ബോധത്തോടുകൂടി ഒരു പ്രാഗൽഭ്യമായി ദൈവത്തിന് അടുത്തേക്ക് നൽകാമോ അവൻ മറുപടി നൽകുന്നതിന് ചെയ്യുന്നോ. എത്ര അനുഭവം നമുക്ക് വേണം, എത്ര അനുഭവം നമുക്ക് വേണം. ഏത് വിഷയങ്ങൾക്ക് പരിഹാരമില്ലാത്ത കഥ ഒറ്റ വാക്യമാണ് പറഞ്ഞത്. ഇങ്ങനെ എന്റെ കൽപ്പനയെ പ്രമാണിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചോദിച്ചാലും ഞാൻ നൽകി തരും. ഇതുപോലെ ഉറപ്പുറത്ത് വേണം. എന്റെ കൽപ്പനയെ പ്രമാണിച്ചുകൊണ്ട് നിങ്ങൾ എന്തു ചോദിച്ചാലും മറുപടി തരുവാൻ പരിശുദ്ധാത്മാവ് നമ്മുടെ നടുവിലുണ്ട്. ആ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പ്രസംഗിക്കാൻ എനിക്ക് ഇഷ്ടം. ആയിക്കോട്ടെ, നമ്മ വേഗത്തിൽ അവൻ സ്തോത്രം ഒന്ന് രണ്ട് ചിന്തകളുണ്ട്. പ്രധാന വിഷയത്തിൽ എന്നോട് പറഞ്ഞപ്പോൾ തന്നെ ആ പ്രാർത്ഥന മെസ്സേജ് പറയണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ എന്റെ ഹൃദയത്തിൽ വന്നൊരു ചിന്തയുണ്ട്. അത് സ്തോത്രം അപ്പോൾ തന്നെ അതുകൊണ്ട് ചേർത്ത് ഞാൻ പറയാം. അപ്പോൾ തന്നെ അതിന് മുൻപായി ഓർമ്മയെടുക്കാമോ? വളരെ പ്രാധാന്യം അറിയിക്കുന്ന പരിചയമുള്ള വാക്യം നമ്മെ വേഗത്തിലെടുക്കാം. എഫെസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 17, 18, 19 വാക്യം വളരെ പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യത്തിന്റെ ഒരു നല്ല ആലോചനയാണ്. സ്തോത്രം. ഓക്കെ, അടുത്തവർ വായിക്കാം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും നിങ്ങൾക്ക് തന്നെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിന് നിങ്ങളുടെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ചിട്ട് അവന്റെ വിളിയാനുള്ള ആശ ഇന്നതെന്ന് അവന്റെ ബലത്തിൽ പരമത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നത് എന്ന് നിങ്ങൾ അറിയണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അല്ലെ പിടിയോ? ഹലോ, നമുക്ക് മലയാളത്തിൽ വായിച്ചു, നമ്മൾ മനസ്സിലാക്കി. സ്തോത്രം. അതിന്റെ പരിശുദ്ധാത്മാവിന്റെ ആ ആഗ്രഹത്തെ നമ്മൾ തിരിച്ചറിയണം. സ്തോത്രം. ആദ്യകാലങ്ങളിൽ അവൻ ദൈവത്തിന്റെ ഇടപെടൽ അവൻ സ്തോത്രം എങ്ങനെന്ന് ചോദിച്ചാൽ അവൻ സ്തോത്രം അവൻ ഇടപെട്ടത് ശക്തമായിട്ടാണ്. മനുഷ്യൻ നീ എവിടെ? ആദാമി നീ എവിടെ? ശക്തമാണ്.
കർത്താവിന്റെ ആ ദൈവാത്മാവിന്റെ രംഗപ്രവേശനം. കഴിഞ്ഞ ദിവസം ഞാൻ അമ്മ സ്തോത്രം വീട്ടിൽ പ്രാർത്ഥിക്കാൻ ചെന്നു. അവിടെ ചെന്നപ്പോ അമ്മ സ്തോത്രം വീടിനകത്തിരി അനുകൂലമായിട്ടൊക്കെ കിടക്ക് കണ്ടിട്ട് എനിക്ക് ഇത് വിഷമമൊക്കെ തോന്നി. വിശ്വാസം ഇങ്ങനെ അനുകൂലമായിട്ട് കിടക്കാൻ പാടില്ല. പക്ഷെ അവർക്ക് അത്രമാത്രമുള്ള ആളുകളേ ഉള്ളൂ. എനിക്ക് അത്ര ശ്രദ്ധിക്കുന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നു. അപ്പൊ അമ്മ സ്തോത്രം ചെന്നപ്പോ ഞാൻ പറഞ്ഞു, കുഞ്ഞെ അമ്മ എവിടെ ആരും ചിലപ്പോ പ്രായോഗിക അവർക്ക് നല്ല സൗഖ്യമില്ല. അപ്പൊ എനിക്ക് അതിനകത്ത് ഇരിക്കാനൊരു ബുദ്ധിമുട്ട്. എന്നാൽ നമുക്കത് അവിടെ പ്രയോജനം പറ്റുമോ? പറ്റത്തില്ല. സഹിച്ചല്ലേ പറ്റൂ. ഉടനെ തന്നെ ഒരു കൊച്ചതിനെ വന്നു. ആ മറ്റുമ്മയുടെ അമ്മച്ചിയുടെ കൊച്ചുമ ശ്രദ്ധിക്കണേ. ഹലോ ക്ഷേത്രോ പ്രേസറോ ഇത്ര വലിയ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചേ. ഇത്ര വലിയ കാര്യം പറഞ്ഞിരിക്കാൻ സാരമില്ല. അതൊക്കെ ഉറപ്പും ക്ഷീണമുണ്ട്. ഓക്കെ, ഞാൻ അവിടെ ചെന്നിട്ട് പറഞ്ഞു ഇതല്ലേ ഒന്ന് വൃത്തിയാക്കാം. അപ്പൊ തന്നെ ആമസ്തോത്രത്തിന്റെ കൊച്ചുമോൾ ഇങ്ങോട്ട് വന്നിട്ട് ചൂലെടുത്തിട്ട് ഞാൻ വന്നങ്ങ് തീർത്തിട്ട് പോയാൽ പോലെ അല്ലെങ്കിൽ വൃത്തിയാക്കിട്ട് പോയാൽ പോലെ എന്നോട് ചോദിക്കുകയാണ്, ആദാം പോയി കഴിഞ്ഞാൽ ഹലോ ഫ്രണ്ടല്ലേ ആദാമും ഹവ്വായും വിവാഹം കഴിച്ചോ? ഒരു ചോദ്യം എന്റെ മുഖത്ത് നോക്കും. ഞാൻ ചോദിച്ചു, ഞാൻ എന്തിനെ ചോദിച്ചു? അതാ കൊച്ചിനോട്ടൊന്നും അതിന് അതവിടെ ചോദിക്കാൻ ഞാൻ ഒരു ചോദ്യവും അല്ലാതാണ്. ഓക്കെ, തലമുറ അങ്ങനെ ഒരു വല്ലാത്ത വർഷത്തിലേക്ക് പോകുന്നു എന്ന് അറിഞ്ഞ് മാതാപിതാക്കൾക്ക് ശ്രദ്ധിക്കാൻ കഴിയാത്ത ലക്ഷണമായി പറയുന്ന സ്തോത്രം. അപ്പൊ ഈ കൊച്ച് അമ്മ ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞ അതിനൊക്കെ നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. എന്റെ പൊന്നു മോളെ ഒരു നീ ഇവിടുത്തെ പോകുന്നില്ല. അവരെന്ന് കല്യാണം കഴിച്ച് കഴിപ്പിക്കണം നമുക്ക്. അമ്മ എന്തെങ്കിലും മാർഗം ഉണ്ടാക്കാം. നീ എന്തായാലും വൃത്തിയാക്കാൻ പറ്റും. പിന്നീട് ചോദിച്ചു അമ്മ സ്തോത്രം. പിന്നീട് അടുത്ത ചോദ്യം, പിശാചുണ്ടോ? ദൈവം ഇതിനെങ്ങനെ ഞാനത് നമുക്ക് പറയാൻ പറ്റും. കുഴപ്പമൊന്നും തെളിവ് ഇതിന്റെ ആവശ്യമില്ല ഈ കൊച്ചു ചോദിക്കുന്നത്. സംഭവം ആ വീട്ടിനകത്ത് അവൻ ഭാര്യ പ്രാർത്ഥനയ്ക്ക് പോയ കാര്യം ഭർത്താവിന് ഇഷ്ടമല്ല. ഭാര്യയെ ഇങ്ങോട്ട് പുറമോട്ട് മാറ്റുക അല്ലെങ്കിൽ അമ്മയത്തോട് പിന്മാറ്റത്തിന് കൊണ്ടുവരുവാൻ ഇദ്ദേഹം ഇച്ചിരി അമ്മയത്തോട് ചോദിക്കുന്ന ചോദ്യമാണ് ഇതൊക്കെ. ഈ ഇവർക്ക് മറുപടിയാണ് പറയാൻ അറിയേണ്ട വാസ്തവത്തിൽ. പക്ഷെ അവർക്ക് അറിയില്ല. അതുകൊണ്ട് ഇവര് വല്ലാതെ വ്യാപരിപ്പെടുത്തു. ഈ കൊച്ചി എങ്ങനെയോ ഒളിച്ചു കേട്ടിട്ട് എന്നാൽ ഇതിന് മറുപടി എനിക്ക് കൊടുക്കണമെന്ന് ചിന്തിക്കാൻ പാടില്ലാത്ത കാര്യമൊന്നും അതിനറിയത്തില്ല. ആര് കേട്ടിട്ട് അതിന് ഉത്തരം തരികയാണ്. കേട്ടോ, ഇങ്ങനെയുള്ള തലമുറയുടെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്ന കാര്യം ഓർത്തോളൂ. അപ്പൊ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ അറിഞ്ഞിരിക്കണമെന്നായി പറയാനർത്ഥം. പരിശുദ്ധാത്മാവ് ആദ്യ കാലയളവിൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ ആദ്യത്തെ ഇടപെടൽ എങ്ങനെയായിരുന്നു ചോദിച്ചാൽ അതാണ് നീ എവിടെ കാലഘട്ടം വരുന്ന അവസ്ഥ അടുത്ത ജനറേഷൻ വന്നപ്പോൾ ഈ ദൈവം അവസ്ഥ ഇടപെട്ടതല്ല എന്ന് ചോദിച്ചാൽ അത് അന്ന് ശക്തമായിട്ടാണെങ്കിൽ അവൻ ഇവിടെ അവസ്ഥ പ്രത്യക്ഷപ്പെടുന്നത് ദൂരനായിട്ട് വെളിപ്പെടുക. ദൂരനായിട്ട് വെളിപ്പെടുക. അതുകൊണ്ട് അബ്രഹാം സ്തോത്രമൊക്കെ അമ്മയുടെ തൊട്ടിലിരുന്നപ്പോൾ 3 പുരുഷന്മാർ ദൈവത്തിന്റെ ദൂതന്മാർ പ്രത്യക്ഷപ്പെട്ടു. അവിടെ കാലഘട്ടം മുൻപോട്ട് കഴിഞ്ഞപ്പോൾ ഇതിന് അവസ്ഥ പ്രത്യക്ഷപ്പെടുന്ന പറഞ്ഞാൽ യേശു കർത്താവായി അവൻ മനുഷ്യരൂപം എടുത്തുകൊണ്ട് ഇത് അറിയണം പ്രവേശനം. ശ്രദ്ധിക്കണേ. അപ്പോൾ ഈ ഈ മനുഷ്യന് അവൻ ഇന്നും ദൈവം ഉണ്ടാകുന്ന ചോദ്യം അതിന് മറുപടി കണ്ടെത്തുന്ന ഒരു വല്ലാത്ത സംഭാവന നടക്കുന്നു. ഇങ്ങനെ വല്ലാത്ത കൺഫ്യൂഷൻ നടന്നുകൊണ്ടിരിക്കും. പക്ഷെ നമ്മൾ തിരിച്ചറിയും, ചിലർ തിരിച്ചറിയും. ഇങ്ങനെ പാട്ടും പ്രാർത്ഥനയും ആരാധനയും ഒക്കെ നടന്നിട്ട് പിന്നെ കാറ്റുപോയ വീടിന് പോലെ ആകരുത്. സ്തോത്രം.
അറിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് എപ്പോഴും ആ ബലം ഉണ്ടാകും. സ്തോത്രം. നിങ്ങൾക്ക് അറിയത്തില്ലെന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞ, ഞാൻ വായിച്ചു വെച്ച വാക്യത്തിനോടുള്ള ബന്ധത്തിൽ ചില ആശയങ്ങൾ നിങ്ങൾ ഉറപ്പിക്കാൻ വേണ്ടി സ്തോത്രം എന്നേക്കും നിലനിൽക്കാൻ വേണ്ടി. ഓക്കെ, അപ്പൊ അങ്ങനെ വന്നപ്പോൾ സ്തോത്രം യേശു കർത്താവ് അപ്പോസ്തലന്മാരോട് കൂടെ ശിഷ്യന്മാരോട് കൂടെ അങ്ങനെ ഇടപെട്ട് ചില നാളുകൾ കഴിഞ്ഞ അനുഭവം നമുക്ക് പഠിക്കാൻ കഴിയും. കർത്താവിന്റെ മൂന്നാമത്തെ രംഗപ്രവേശം. എന്നിട്ട് ഈ കർത്താവ് ഒരു കാലയളവിൽ മനുഷ്യൻ വീട് പോകാതിരിക്കാൻ, ക്ഷീണിച്ചു പോകാതിരിക്കാൻ, അവൻ ഇടറി പോകാതിരിക്കാനുള്ള പദ്ധതി കൂടെ കർത്താവ് കണ്ടു. അവനെന്തായാലും കോമഡി. കർത്താവ് ജീവിച്ചിരുന്നപ്പോ പറഞ്ഞു, ഞാൻ പോകുന്നത് നന്ന്. സ്തോത്രം അല്ലെ? എന്താണ് നിങ്ങൾ ചേർക്കേണ്ട ഒരു കാലഘട്ടം കൊണ്ട് ആ കാലഘട്ടത്തിന് വരെ നിങ്ങളെ നടത്തുവാൻ എന്റെ ഒരു കാര്യസ്ഥനെ ഞാൻ അയക്കും. അത് നിങ്ങളെ പാപത്തെ കുറിച്ചും നീതിയെ കുറിച്ചും ബോധം വരുത്തും. എന്തിനാണെന്നറിയാമോ ബോധം വരുത്തുന്നത്? അതോർക്കുന്നുണ്ടോ? എന്തിനാ ഈ ബോധം വരുന്നത്? ദൈവത്തിന് അകന്നു പോകാതിരിക്കാൻ, ദൈവത്തോട് എപ്പോഴും സംവാദം നടത്താൻ കർത്താവിന് അറിയാം. ഈ കാലഘട്ടത്തിൽ, വരാനിരിക്കുന്ന കാലഘട്ടത്തിൽ മനുഷ്യൻ വല്ലാതെ തപ്പിത്തടഞ്ഞ് ഇരുട്ടിൽ പോകാൻ സാധ്യതയുണ്ട്. ചോദ്യങ്ങളും അനവധി കാര്യങ്ങൾ വന്നു ചേരുമ്പോൾ നാനാവിധത്തിലുണ്ടായ ആരാധനകളും അങ്ങനെയുള്ള സംവിധാനങ്ങൾ കടന്നു വരുമ്പോൾ മനുഷ്യൻ നഷ്ടപ്പെട്ടു പോകരുതെന്ന് മനസ്സിലാക്കി ആ കർത്താവ് പറഞ്ഞു, മനുഷ്യൻ ഞാൻ നിന്നെ സൃഷ്ടിച്ചത് നീ ഇവിടെ നശിച്ചു പോകാനല്ല, നിന്റെ ആയുഷ്കാലമൊക്കെ ജീവിച്ച് ഇവിടുന്ന് മൺമറഞ്ഞു പോകുമ്പോൾ നിന്റെ ആത്മാവ് നിത്യമെത്തണമെന്നുള്ള കർമ്മ പരിപാടി എന്നിൽ കൂടെ നടക്കണമെന്നുള്ള ഉത്തരവാദിത്വം നിർവഹിച്ചു. ആ നിർവഹിച്ചതായ പദ്ധതിയുടെ പേരാണ് ആത്മാവായി നമ്മളിരിക്കുന്ന സ്തോത്രം. എന്നൊരർത്ഥം ശിഷ്യന്മാരോട് കൂടെ ഇരുന്ന യേശു ഇപ്പോൾ ഇവിടെ എങ്ങനെ ഇരിക്കുന്നു എന്ന് പറയാമോ? മറുപടി സ്തോത്രം. ശിഷ്യന്മാരോട് കൂടെ ഇരുന്ന യേശു സ്തോത്രം ജഡാവസ്ഥയിൽ ഇരുന്നുവെങ്കിൽ അവൻ ഉയരത്തിലേക്ക് കയറിപ്പോയി. എന്നാൽ നിങ്ങളോട് എന്നേക്കും ഇരിക്കരുത്, പരിശുദ്ധാത്മാവായി ഇതാ നമ്മുടെ നടുവിലിരിക്കുന്നു. ജഡ അവതാരമെടുത്തതായ യേശു ഈ ലോകത്തിന് കയറിപ്പോയി എന്നേക്കും നിങ്ങളുടെ കൂടെ ഇരിക്കുവാൻ പരിശുദ്ധാത്മാവ് എന്തിനെന്ന് ചോദിച്ചാൽ ആ പരിശുദ്ധാത്മാവോട് പറയും, പരിശുദ്ധാത്മാവേ എന്റെ കുറവുകളെ ഞാൻ ഏറ്റു പറയുന്നു. അവൻ ആ പടച്ചിലിന് കൂടെ കർത്താവിന് ബോധ്യമുണ്ടായാൽ ആകത്തുന്ന പരിശുദ്ധാത്മാവ് മകളെ ഞാൻ നിനക്ക് എന്താ ചെയ്യേണ്ടത്? ഒത്തിരി ചോദ്യചിഹ്നങ്ങളുമായി മറുപടി ലഭിക്കാത്ത ചില വിഷയങ്ങളുമായി ഇരിക്കുന്ന ഇരിപ്പ് തുടങ്ങിയിട്ട് കുറച്ചു കാലമായെന്ന് ദൈവാത്മാവ് പറയാം. എന്നാണ് എനിക്കൊരു പരിഹാരം? എപ്പോഴാ എനിക്കൊരു വിടുതൽ? ആരിൽ കൂടെ സംഭവിക്കുമെന്ന് പറഞ്ഞു അത് കാതോർത്തിരിക്കുന്ന നിമിഷങ്ങളാണെന്ന് ദൈവാത്മാവ് വെളിപ്പെടുത്തുന്നു. യഥാസ്ഥാനപ്പെടാൻ തയ്യാറുണ്ടോ? പുറപ്പെട്ടു വരാൻ തയ്യാറുണ്ടോ? ഇന്നലെ വരെ അനുഭവിച്ചിട്ടില്ലാത്ത പുത്തൻ സാക്ഷികളെ എനിക്കറിയത്തില്ല. കർത്താവ് അങ്ങനെ പറയാം, വരാൻ തയ്യാറുണ്ടെങ്കിൽ പുത്തൻ സാക്ഷ്യങ്ങളെ പറയിപ്പിച്ച് ആവേശത്തൊരു വലിയ ഒരു മഹാത്മത്തിലേക്ക് നടത്തുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന്
പരിശുദ്ധാത്മാവ് അവത്വം നമ്മുടെ കൂടെയുണ്ട്. എന്ത് ചോദ്യം? ഞാൻ പ്രവാചകനടുത്ത് പോകണം, പ്രവാചകനടുത്ത് പോകണമെന്നുള്ള വിഷയമല്ല, അത് ചിന്തിക്കുന്ന വിഷമിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവൻ ഈ ചോദിക്കുന്നത് തിരിക്കുന്നതിനും അത്യന്തം പരമായി അവൻ ആ പരിശുദ്ധാത്മാവ് നമുക്ക് ചെയ്തു തരും. എന്റെ അഭിപ്രായം, ഇവിടെ നിൽക്കുന്ന നമ്മൾ ഓരോരുത്തരും മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്ന തലത്തിലേക്ക് നമ്മളായിരിക്കണം. ഞാൻ പറഞ്ഞത് ആ ആത്മാവല്ലേ എന്നെ നടത്തുന്നത്, ആ ആത്മാവല്ലേ ലോകപാത്രം നടത്തുന്നത്, ആ ആത്മാവല്ലേ നിങ്ങളെ നടത്തുന്നത്. അപ്പൊ ഇപ്പൊ നിങ്ങൾ ആരായി? ആ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിലുള്ളത് കൊണ്ട് അവൻ അകത്തിരിക്കുമ്പോൾ അകത്ത് ചിലത് അനത്തോത്രം അതിന്റെ നന്മയെ അറിയാതെ നിങ്ങളെ അനത്തോത്രം എന്നേക്കുമായി നശിപ്പിച്ച് കളയുവാൻ ആഗ്രഹിച്ചുകൊണ്ട് അകത്ത് നിങ്ങളുടെ അറിവില്ലായ്മ ചൂഷണം ലഭിക്കുന്ന ചില ദുഷ്ട ആത്മാക്കൾ പുറത്തു വരട്ടെ. തലവേദനയുടെ ടാബ്ലറ്റ് അകത്തി എന്ന പിന്നെ വൈദ്യുവേദനയുടെ ടാബ്ലറ്റ് അകത്തുന്ന വേദന പിന്നെ അറിയോ? സകലത്തെ ഉളവാക്കിയ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വന്ന ഏത് വിഷയങ്ങൾക്ക് പരിഹാരമില്ലാത്തത് പിന്നെ ഹലോ അകത്ത് മരുന്ന് പിന്നെ വയറ് പൊത്തി പിടിച്ചെടുക്കണോ? അകത്ത് സകലത്തെ ഉളവാക്കിയ ദൈവം ആത്മാവ് നിന്റെ അകത്ത് ജനിച്ചെങ്കിൽ നമ്മളൊന്ന് തിരിച്ചറിയണം. നമ്മുടെ ശക്തിയുണ്ടോ, നമ്മളിൽ അഭിഷേകം. ഞാൻ ആ സംഭവം ഓർക്കുമ്പോ കാര്യം പറഞ്ഞേക്ക് നമുക്ക് ഒരു വിഷയം ഓർമ്മ വരിക. ഈ പ്രിയ സഹോദരിയുടെ മാതാവ് സ്തോത്രം അല്ലെ, എന്റെ പൊന്നെ ഞാനൊരു ദിവസം ഈ അമ്മ സാധനങ്ങളിലേക്ക് വരുമ്പോ ഇവരുടെ അമ്മ ആണോ എന്നെ വെട്ടാനായിട്ട് പറ്റുമോ? അത് അവരുടെ കുറ്റമൊന്നും. നീ എന്തിനായി പ്രദേശത്ത് വന്നത്? എനിക്കിവിടെ വരേണ്ട കാര്യം എന്താ? എനിക്ക് അങ്ങനെ മനസ്സിലായി. നിങ്ങളല്ല പറയുന്നത്. അകത്ത് പരിശുദ്ധാത്മാവുള്ളവരെ കാണുമ്പോൾ അതേ അശുദ്ധാത്മാവുള്ള വിളിച്ചു പറയുക, എനിക്കിവിടെ എന്താ കാര്യം? അതിന്റെ അർത്ഥം പിശാചിന് നമ്മളെ കാണുമ്പോ നിൽക്കാൻ പറ്റുന്നില്ല. എന്റെ അർത്ഥം അകത്ത് ആത്മാവുള്ളവരെ കാണുമ്പോ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞാൽ അവൻ പിശാച് ഭവനത്തിന് അവൻ പഠിക്കാൻ പോലും തന്നില്ല. കാര്യത്തെക്കുറിച്ച് പറയാൻ പോവാ. അകത്ത് ആ പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആൾ വിശ്വാസം പ്രഖ്യാപനം നടത്തി കഴിഞ്ഞാൽ അകത്തൊക്കെ പിശാച് നമ്മുടെ ഏതായാലും അകത്ത് നിൽക്കത്തില്ല. ഇനി ഒന്നുകൂടെ പ്രവചനത്തിന് വാക്യം പറയാം, അങ്ങനെ നിങ്ങൾ മനസ്സിലാവും. ഒരിക്കൽ പ്രവചനത്തിൽ അമ്മ ഒരു ചോദ്യം അമ്മ സ്തോത്രം ഞാൻ പറയും. അമ്മ സ്തോത്രം ഇവര് ദൈവത്തോടെ നിലവിളിക്കുക, ദൈവത്തോട് നിലവിളിക്കുക, ഞങ്ങൾക്ക് എന്തായി പ്രശ്നം എന്താ മനസ്സിലാവും. അപ്പൊ കഥാ പറഞ്ഞതിന് മറുപടി ഇങ്ങനെയാണ്, അവർക്ക് പ്രാർത്ഥന കേൾപ്പാൻ കഴിയാതെ വേണം എന്റെ ചെവി മന്ദമായതാണ്. ഹലോ, പ്രാർത്ഥന കേൾക്കാൻ കഴിയാതെ വേണം ഇസ്രായേലേ, അവൻ സ്തോത്രം എന്റെ ചെവി മന്ദമായതാണോ? ഓ, നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയാത്തൊരു കാര്യമാണ് എനിക്കുള്ളത്. ഇവരെല്ലാം മറന്നുപോയി കേട്ടോ. അവൻ സ്തോത്രം നിന്നെ കാണാൻ കഴിയാത്ത ഒരു കുരുടായ കണ്ണാണെന്നാണ് വിചാരിക്കുന്നത്. നിനക്ക് അബദ്ധം പറ്റിയില്ലേ?
വിചാരിക്കുന്നവർക്ക് ദൈവവചനത്തിന് അകത്യമായത് മാറ്റാമെങ്കിൽ ഈ നിമിഷം പ്രാഗത്യം ഉണ്ടെങ്കിൽ ദൈവവും നാമം തമ്മിൽ പ്രാഗത്യം ഉണ്ടെങ്കിൽ അപ്പൊ ഈ ജനമുണ്ടല്ലോ മറന്നുപോയി പല കാര്യം നമ്മളെപ്പോലെ മറന്നുപോയി. ഇവിടെ ആമേ സ്തോത്രം നോക്കി ദീർഘവർഷങ്ങൾ ആമേ സ്തോത്രം ആ മരുഭൂമിയിൽ ആമേ നടന്നു പോയപ്പോ എന്റെ കണ്ണ് കാണാതിരുന്നാണോ? നീ നിന്റെ കാല് ആമേ ആ മണലാമത്തി തട്ടി ചൂട് ആമേ തട്ടിയിട്ട് നിന്റെ കാല് പൊള്ളിപ്പോകാതിരിപ്പം ചെരിപ്പായി നിന്റെ കൂടെ നടന്നു. നീ മറന്നുപോയി. നിന്റെ കാലിന് വീഴ്ച വരാതെ സൂക്ഷിച്ച എന്റെ കാലം നീ മറന്നുപോയി. നീ വിശക്കുന്നു എന്ന് നീ ചിന്തിക്കും മുമ്പ് നിനക്ക് ആകാരം തരാൻ ഞാൻ മറന്നുപോയോ? കൂടി വരുന്ന നടുവിൽ ഒരു വിടുതൽ ആമേ സ്വന്തം പലതവണ പറയുവാൻ ഉച്ചരിക്കുന്നു. പക്ഷേ അത് പുറത്തു വന്നാൽ ശരിയാകുമെന്ന് നല്ല അഭിനയാപ്പ് നടക്കാൻ ഒരിക്കലും ആ വിഷയം വിട്ടുകയാണ്. നിന്റെ കാല് ആമേ നീ വിശക്കുന്നു എന്ന് വിചാരിക്കുമ്പോൾ നിനക്ക് ആമേ സ്വന്തം ലഭ്യാധാര തലയെ തകർന്ന് നിനക്ക് അപ്പം തന്നെ എന്റെ കണ്ണ് നീ കാണാൻ കഴിയാതെ വണ്ണം എന്റെ കണ്ണ് കുരുടായി പോയോ? ആമേ തോത്രം നിനക്ക് അബദ്ധം പറ്റി. നിന്റെ അകത്യമാണ് ആമേ തോത്രം നിന്നെ ഇപ്പോഴും ആമേ നിന്റെ നന്മയിലേക്ക് വിടാതെ പിടിച്ചു നിൽക്കുന്നതെങ്കിൽ ആമേ തോത്രത്തിൽ പറ ടാറ്റ പറ. അങ്ങനെ സത്രത്തിൽ അകത്ത് നടക്കണം. അങ്ങനെ നടന്നാൽ ആമേ സ്തോത്രം ദുഷ്ടനാരും ഓടിക്കാതെ കാലിയേ ഓടിപ്പോകും. ദീർഘവർഷം ഭാവി നന്മ കാണുന്ന ആഗ്രഹിച്ചിട്ട് നാളിൽ വരെ സാധിക്കാത്ത ചില മണ്ഡലങ്ങൾ ചൂടാതാവാന ശാന്തരാജ അമ്മ എന്റെ ഭാവി ഇങ്ങനെയായി പോയല്ലോ എന്ന് പറഞ്ഞു. കിടന്ന പ്രാണൻ പ്രാണന് വേണ്ടി അവൻ ആഗ്രഹിക്കുന്ന ഒരു പ്രാണിയെ പോലെ അവൻ ഓരോ ദിവസം കഴിയുന്നു എന്ന് ദൈവാത്മാവ് വെളിപ്പെടുത്തുകയാണ്. ഇതിനൊരു പരിഹാര ദൈവത്തിന് ദൈവാത്മാവ് ചില പരിഭവങ്ങളും അവയൊക്കെ പറയുന്നുള്ള കാര്യം ദൈവാത്മാവ് ഗുണജാതകനം വേഷമനാഥരാജക പലവട്ടം വീശിയിട്ട് ഒന്നും അതിലൊന്നും കയറാത്തത് കൊണ്ട് നിരാശനായി പോകുന്നതിന് മുഖമനെ പോലെ അവൻ മടങ്ങി സ്വന്തം മടക്കി കെട്ടി പോകുമല്ല. അവൻ ലഭിക്കുന്നതിന് വീശുവാൻ അവൻ നിയോഗമുണ്ട്. വീശിക്കൊള്ളുക. എവിടേക്കാണ് നീങ്ങണമെന്ന് മനസ്സിലാക്കി ഒരു മുഖം മറയറിഞ്ഞതുപോലെ ഈ നാളിൽ വീശട്ടെ. അതിനകത്ത് തിരിഞ്ഞുകൊണ്ടൊരു സമയമുണ്ട്. തിരിഞ്ഞുകൊണ്ടൊരു സമയമുണ്ട്. എന്റെ കണ്ണ് ആമേ തൊണ്ടിയ നിങ്ങളെ കാണാൻ കഴിയുന്ന മനസ്സിലായിപ്പോ അവൻ പരിശുദ്ധാത്മാവ് പറയുന്നു
ആമേ സ്തോത്രം. നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ശക്തനായ ഉപേക്ഷിക്കാമാവും. ഇതാ നമ്മൾ കഴിയുന്ന ശ്രദ്ധ ആ ആത്മാവിനെ കുറിച്ചാണ്. അതിനെക്കുറിച്ച് നിങ്ങൾ അല്പം കാര്യങ്ങളും അവന്റെ വിളിയാനുള്ള ആശ എന്നതൊന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാതനം ഇന്നതൊന്നും അവന്റെ ബലത്തിന്റെ വല്ലഭത്വം അവന്റെ ബലം ആമേസ്തോത്രം വല്ലഭം എന്ന് പറഞ്ഞാൽ നമുക്ക് അളക്കാൻ കഴിയാത്ത അനുഭവത്തിൽ ദൈവം എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ കഴിയാത്ത ആമെ കാര്യായ ദൈവം നമ്മെ കൊണ്ട് ചെയ്യും. ഈ വ്യാപാര ശക്തി അവനെ ഉള്ള ഒരു വ്യക്തിയെ കാണുമ്പോൾ പിശാചിന്റെ നിൽക്കുന്നതാണ് ഇളക്കാൻ ആരും ഇളക്കുകയാണ്. ചില പിശാച് നടക്കുന്ന ഭാഷകൾ പിശാച് നടക്കുന്ന ഒരുപാട് പിശാചിനെ കാണുമ്പോൾ ഇളകും. പിശാച് കാണുമ്പോൾ ദൈവത്തെ കാണുമ്പോൾ പിശാചിനെ ഇളകും. ഉദാഹരണം പറയാൻ ഈ സ്ഥല എസ് കാണുമ്പോൾ കളഞ്ഞ് പേടിയാണോ? ഹലോ, പേടിയാണോ? ആ പേടിയാണോ? സത്യമാണെങ്കിൽ ഇതുപോലെ ഞങ്ങളുടെ അവിടെ ഒരിക്കൽ ചെറിയ പെറ്റി കേസ് ഉണ്ടായിരുന്നു. കേട്ടോ, ചെത്തിച്ചേനെ ആമെ പെറ്റി കേസ് ഉണ്ടായിരുന്നു. ഞങ്ങളാരും അറിഞ്ഞില്ല. അപ്പൊ ഇദ്ദേഹം കാണാം ആമെ പഞ്ചായത്തുകളിൽ പഞ്ചായത്തുകളുടെ വ്യത്യാസം പറഞ്ഞാൽ ഒരു 2 കളറിന്റെ വലിയ വിസ്താരമൊക്കെ സാധാരണ ഒരാൾ ചാടി ഇറങ്ങാൻ പറ്റും. പഞ്ചായത്തിന് വേണം. കാരണം എത്തിയ പഞ്ചായത്തിലുള്ള ആൾക്കാരെ എല്ലാം ഉള്ള ഒരാളൊന്നും പറ്റി വേണം. ഈ വലിയ ഒരാളെ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ കയറ് കെട്ടി ഇറങ്ങണം, തൂങ്ങി ഇറങ്ങണം, അല്ലെങ്കിൽ ഒരു അപകടം ഉണ്ടാവും. പക്ഷെ ഈ പെറ്റി കേസ് അതോ അവിടെ കേസിനായിട്ട് പോലീസ് ആ പ്രദേശത്ത് വന്നപ്പോൾ ഈ പെറ്റി കേസ് അവിടെ ഓടി. അതെ, ഈ കിണറ്റിൽ തോത്രം എങ്ങനെ ഇറങ്ങിയെന്ന് വെച്ചാൽ അവനും അറിയാൻ പറ്റും. സാധാരണ വടം കൊണ്ട് അവിടെ ഇറങ്ങി അല്ലെന്നുണ്ടെങ്കിൽ എടുത്ത് ചാടി എങ്ങനെ ഇറങ്ങി അവനും അറിയാൻ പറ്റും. അകത്ത് നിന്ന് ജോലി ചെയ്ത് തമിഴടിച്ചൊന്നും അദ്ദേഹത്തിന്റെ കയ്യിൽ തമിഴ്ക്കുന്നു. അയാൾ വെച്ച് നീ എന്തെങ്കിലും എപ്പോഴാണ് കാണിക്കുന്നു? ഒരാൾക്ക് ഇതുപോലെ ആത്മാവ് പരിശുദ്ധാത്മാവ് ഉള്ളവർ നമ്മൾ വരുമ്പോ അകത്തിരിക്കുന്നവൻ മതത്തിന്റെ പ്രാഗൽഭ്യത കൊണ്ട് ഉള്ളിൽ വന്ന ആമെ കൈ തൊടാതെ പറഞ്ഞു പോകുന്ന ഭവനത്തിനകത്ത് ദൈവത്തിന് വിരുദ്ധമായ ഒന്നും വരാൻ പാടില്ല. പിന്നെ ആർക്ക് സ്ഥാനമില്ല, വിശാലിന് സ്ഥാനമില്ല. പിന്നെ പരിശുദ്ധാത്മാവ് എപ്പോഴും വിശ്വാസത്തിന് സന്തോഷത്തിന് ജയഘോഷം മുഴങ്ങും. അപ്പൊ ഈ പരിശുദ്ധാത്മാവ് അമ്മ എന്നേക്കും നമ്മുടെ കൂടെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് എന്നെ ദൈവാത്മാവ് ചിന്തിപ്പിച്ച അമ്മ സ്തോത്രം വേഗത്തിൽ വായിക്കാം. ആമ സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 22-ാം അധ്യായം അതിനെ ആമ സ്തോത്രം 4-ാമത് വാക്യം വായിക്കുന്നത്. 3-ാം ദിവസം അബ്രഹാം നോക്കി ദൂരത്ത് നിന്ന് ആ സ്ഥലം കണ്ടു. അബ്രഹാം ബാല്യക്കാരോട്, നിങ്ങൾ കഴിയുമായി ഇവിടെ ഇരുപ്പീൻ, ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ച് മടങ്ങി വരാം എന്ന് പറഞ്ഞു. നമുക്കത് വളരെ അറിയാവുന്നത്. ഞാൻ എന്നോട് കഴിഞ്ഞ രാത്രി നേരത്തെ സൂചിപ്പിച്ചു, പക്ഷെ ഞാനതൊക്കെ ശ്രദ്ധിച്ചില്ല. മീറ്റിങ്ങിലൊക്കെ ക്യാമ്പിലൊക്കെ ഇങ്ങനെ നമ്മൾ അങ്ങനെ ഫാസ്റ്റ് പറഞ്ഞതാണ്. ഞാനത് പോകും. ഇന്നലെ രാത്രി എന്നോട് പറഞ്ഞു, ഫാസ്റ്റ് അപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ പ്രശ്നം 3-ാം ദിവസം അപ്പുറത്ത ദൂരത്ത് നിന്ന് ആ സ്ഥലം കണ്ടു. 3-ാമത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ആ സ്ഥലത്തിന്റെ പ്രത്യേകത വിടുതലിന്റെ മഴയാണ്. ആ സ്തോത്രം. സമാധാനത്തിന് എല്ലാത്തിനും പരിഹാരം വരുന്ന ഒരു മഴയാണ്. ഏത്
നമുക്കറിയാം. അവൻ അബ്രഹാമിനെ കുറിച്ച് ഒത്തിരി സവിസ്താരമാണ് നാം കേട്ടിട്ടുള്ളതാണ്. എങ്കിലും എന്ന് പറഞ്ഞ കാലം അത് തൊടുവാൻ അവൻ ദൈവം പ്രേരണ നൽകിയതുകൊണ്ട് അപ്പോൾ അവൻ അബ്രഹാമിന് ജീവിതത്തിൽ വലിയ ഒരു നിരാശകൾ അവൻ കടക്കി വരുത്തിയിരുന്നു. നമുക്കറിയാം 18-19 അധ്യായങ്ങളൊക്കെ വായിച്ചു വരുമ്പോ അബ്രഹാമിനെ പഠിപ്പിക്കുന്ന ചില കാര്യമാണ്. 15 അനുസരിച്ചിങ്ങോട് വരുമ്പോ 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പിന്നെ വാക്തത്വം കൊടുക്കുന്ന അതേ സമയമാണ്. ഇവിടെ ആ വാക്യത്തിലേക്ക് വാക്തത്വം അടുത്ത് വന്നുകൊണ്ടിരിക്കുന്നതും മാത്രമല്ല, വാക്തത്വ നിവർത്തികരണത്തിനും മാത്രമല്ല ദൈവത്തിന് നന്ദി കൊടുക്കാനുള്ള സമയമാണ്. ചില ഘട്ടങ്ങൾ ഇവിടെ ഈ അധ്യായങ്ങൾ സ്തോത്രം. ഇവിടെ അബ്രഹാം ഈ സ്തോത്രം അവൻ ബാലനെ കൂട്ടി അവൻ പോകുന്നു. എവിടേക്ക്? കർത്താവ് പറഞ്ഞ അവൻ തോത്രം അവൻ ആ ഒരു ശുശ്രൂഷയിൽ സത്യത്തിൽ അവൻ തോത്രം മനുഷ്യന് ഒരിക്കലും സഹിക്കാവുന്നതും ചെയ്യാവുന്ന ഒരു വിഷയമാണ്. അല്ല, നമ്മുടെ മനുഷ്യർക്ക് ഒന്ന് ചിന്തിച്ചു നോക്കി. രാവിലെ ഞാൻ ഒന്ന് നോക്കിയപ്പോൾ ഒരു പൊടി കുറിച്ച് ഏറ്റവും ആ പ്രായമുള്ള നമ്മളുടെ ദക്ഷിണ കണ്ടത് ഈ വഴി എന്നാണ് തവളയെടുത്ത് പോയി മനുഷ്യ തൊഴിൽ കളിച്ച് സ്വന്തമായി കണ്ടത്. എന്നിട്ട് അമ്മയെടുത്ത് എങ്ങനെ അടിക്കാൻ ഞാൻ അമ്മയ്ക്ക് അടിക്കും, അമ്മച്ച ഞാൻ ശരിയാക്കുമ്പോൾ ഇപ്പം ഓടിപ്പോയി നീ പഠിപ്പിക്കുകയാണെന്ന് പറഞ്ഞു അങ്ങോട്ട് ഇതെല്ലാം വീട്ടിൽ പോകും. എല്ലാ കാര്യമുണ്ടോ ഈ വീട്ടിൽ കാര്യം രോഗം കൊല്ല കാര്യമുണ്ട്. കാൻസറൊക്കെ കുറിച്ചിട്ട് ആ മെസ്സത്രം ഇവൻ പോയി അവൻ സൗകര്യം ഗഞ്ചിയും കൊണ്ട് ചെറുക്കം വീണ്ടും മറപ്പ് വന്നിട്ട് പിന്നെ പണത്തരിക്കാത്തേക്കും പതമ്പ് കൂട്ടി ആകപ്പാട് ജഗപ്പോകൻ സ്തോത്രം 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 എന്നാൽ ഈ കൊച്ചിനെ എന്നാലും ശരി ഒരു വേദനിക്കത്തക്കോണം അടിക്കത്തില്ല. അടിച്ചാലും നന്നാകാനായിരിക്കും അവൻ ഒരു പക്ഷേ കൂടുതൽ അടിച്ച് അങ്ങനെയൊക്കെ മക്കളെ നമ്മൾ വളർത്തുന്നത്. അങ്ങനെ വളർത്തിയ മക്കളെന്ന് പറഞ്ഞാൽ പോരാ, അതിനേക്കാൾ കൂടുതൽ സ്നേഹിച്ച് വളർത്തിയ ഒരപ്പനായിരുന്നു അബ്രഹാം. മക്കളില്ല തീരത്ത് വാങ്ങിച്ച ദൈവത്തോട് പറഞ്ഞു, ഞാൻ മക്കളില്ലാത്തവരാണ്, തലമുറ ഇല്ലാത്തവരാണ്. ഞങ്ങളുടെ നാട്ടിലൊക്കെ ആൾക്കാർ പറയുന്നു, നീ യഹൂദന്മാരെ പേര് കേൾപ്പിക്കാതെ പോയി പേര് ദോഷം നടക്കുന്നതെന്ന് പറഞ്ഞ് ആക്ഷേപം പറഞ്ഞതാണ്. കർത്താവ് ഞാൻ എന്ത് ചെയ്യും, എന്റെ കൂടെ ദൈവം ഒന്ന് പറയുകയും ചെയ്യും. പക്ഷെ ഇതിനൊരു പരിഹാരം ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും വിലപിച്ചിരിക്കുന്ന സമയത്ത് അവൻ ആ 100-ാമത്തെ വയസ്സിലും അവന് തന്റെ ഭാര്യയായിട്ട് സാറായി കിട്ടി. 100-ാമത്തെ വയസ്സിൽ അവൻ ഉണ്ടായതായ തലമുറയെയാണ് ദൈവം ചോദിച്ചത്. അവൻ സ്തോത്രം എന്തിനാണ് നീ മൂന്നുമലയെ കൊണ്ടുപോയി സത്യത്തിൽ അവൻ വല്ലാതെ ചിന്ത കൊടുത്തിട്ടില്ലായിരുന്നു. എങ്കിലും അമ്മ എന്റെ ചിന്തയാണ് അബ്രഹാം തീരുമാനിച്ചു, ദൈവം തന്നതാണ്, ദൈവം തന്നെ എടുക്കുകയാണെങ്കിൽ എടുക്കട്ടെ, ദൈവത്തിന്റെ ഹിതം നടക്കട്ടെ. അതാണ് ദൈവത്തിന്റെ ഹിതത്തിനായി ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവം എന്താ ചെയ്യാൻ പോകുന്നത് നമുക്കറിയാൻ പറ്റും. നമുക്കറിയാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മുടെ ഡ്യൂട്ടി എന്താണെന്നറിയാമോ? ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കണം. അതാണ് നമ്മളാൽ അസാധ്യമാണ്, പക്ഷെ ദൈവത്തെ സാധ്യമാണ്. അപ്പൊ ദൈവം എന്താണ് നമ്മുടെ മാനുഷിക ബുദ്ധി ചിന്തിച്ചാൽ ഒരിക്കലും അത് കൊടുക്കത്തില്ല. കൊടുക്കാൻ പറ്റുമോ? ഒരിക്കലും ചെയ്യാൻ പറ്റും. പക്ഷെ ദൈവത്തിന് ഏൽപ്പിച്ച് കൊടുത്താൽ ദൈവം പരിഹരിക്കട്ടെ എന്ന് തീരുമാനിച്ചാൽ മാത്രം അവിടെയാണ് വിശ്വാസത്തിന്റെ പങ്ക്.
എല്ലാവർക്കും മുന്നിൽ വേണം, എല്ലാവർക്കും മുന്നിൽ വേണം. കൂട്ടു വന്നിവിടെ സ്വീകരിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടും. സ്തോത്രം. ശരിയേ? ആമേൻ. സ്തോത്രം. ഇതാ ഈ ആമേൻ. സ്തോത്രം. കഥാപ്രിയരായ നിന്റെ ഏകജാതനായ മകൻ ഇസ്ഹാക്കിനെ എനിക്ക് ആമേൻ എന്റെ നാമത്തിൽ നീ യാഗമർപ്പിച്ചാൽ ആമേൻ. സ്തോത്രം. ഒരു കുഞ്ഞാടിന് പകരം നിന്റെ മകനെ അറുത്താം. വല്ലാത്തൊരു ചോദ്യവും വല്ലാത്തൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന അനുഭവമാണ്. ചെയ്യാമോ? അതും വയ്യ, ചെയ്യാതിരിക്കാമോ? അവൻ എന്തായാലുമുള്ള അവൻ അപ്രകാരം തീരുമാനിച്ചു. ഞാൻ ഈ മോറിയ മലയിൽ കൊണ്ടുപോയി എന്റെ മകനെ ഏകജാതനെ ഇസ്ഹാക്കിനെ ആ തീരുമാനം അവൻ എടുത്തപ്പോൾ തന്നെ കർത്താവ് പ്ലാൻ ചെയ്തു. പിന്നത്തെ മനസ്സിലായത്, നിനക്ക് വേണ്ടി ഞാൻ ആട്ടും കുട്ടിയെ അതിനർത്ഥം എന്താണെന്നറിയാമോ? എന്റെ കണ്ണു നനയാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. എന്റെ കണ്ണു നനയുക, നിന്റെ സംശയം മാറ്റണം, നിന്റെ വിചാരം മാറ്റണം. നിന്റെ കണ്ണ് നനയാൻ അവർ അനുവദിക്കത്തില്ല. കണ്ണ് നനയാൻ പരിഹാരം കാണാതെ പോയിട്ടുമില്ല. അതാണ് നമ്മുടെ ദൈവത്തിന് പ്രത്യേകത. സത്യമായി പറയും. എന്നോട് അന്നെ പറയും, എന്റെ കണ്ണ് നനഞ്ഞു. സ്തോത്രം. എനിക്ക് ഇസ്മായിലിനെ കർത്താവ് തന്നു. ശ്രദ്ധിച്ചേ, അവൻ ഇവിടെ അബ്രഹാം അവൻ യാഗം കഴിക്കുവാൻ ഒരുങ്ങുന്നു. ഉയർന്ന ശബ്ദം. ഇതാണ് അതിന്റെ രത്ന ചുരുക്കം. അവൻ വായിക്കാം. വേദന വാക്യം വായിച്ച് ഞാൻ അവരോട് പറഞ്ഞു. 23-ാം അധ്യായം വായിച്ച 21 അധ്യായം അതിൽ 16-ാമത്തെ വാക്യം വായിച്ചു വന്നേ. ഈ 16-ാമത്തെ വാക്യം നീ കാര്യം ചെയ്ത് നിന്റെ ഏകജാതനായ മകനെ തരുവാൻ പഠിക്കായതുകൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായി ദൈവനാമത്തിന് വേണ്ടി ദൈവം പറയുന്ന കാര്യം നീ ചെയ്താൽ നിന്നെ ഐശ്വര്യം പറയാം. നിന്റെ ഐശ്വര്യമായി ദൈവം അവനെ ഐശ്വര്യമായിരിച്ചാൽ ആർക്കും തടയാൻ പറ്റും. ഒന്നുകൂടെ പറയാം. ആമേ. സ്തോത്രം. ഞാൻ ഇപ്പോഴും പറയാറുണ്ട്, അന്ന് മോദി സ്തോത്രം പ്രധാനമന്ത്രി എന്നെ സഹായിക്കാൻ ഇവിടുത്തെ പിണറായിക്ക് എന്നെ സ്ഥാപനം തടയാൻ പറ്റൂ? പേടിയില്ല. വരുന്നില്ല. അമ്മ സ്തോത്രം. മോദി സാറിന് എന്നോട് സ്നേഹം തോന്നുന്നു. ഒരു കഴിഞ്ഞ് ഇവിടെ പിണറായി പറയാ, സാറ് പറയാ, നടക്കത്തില്ലോ നടക്കോ? എന്താ കാര്യം? ഇവിടെ പല രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ പറഞ്ഞിരിക്കുന്നത്. ഈ ഉലകത്തിലെ സകലത്തിന്റെ അധിപതി എന്നെ അനുഗ്രഹിക്കാൻ പോയ ഒരു മുസ്ലിം വിശ്വാസം തടയാൻ പറ്റത്തില്ല. പിന്നെ പറയുന്ന പദങ്ങൾ ശ്രദ്ധിച്ചേ. ബാക്കി വായിച്ചോ. നിന്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ കടൽക്കരയിലെ മണൽത്തരി പോലെ ആദ്യം വർദ്ധിപ്പിക്കും. നിന്റെ നാവ് കൊണ്ട് പറഞ്ഞു തീർക്കാൻ കഴിയാത്തവരില്ല. ദൈവനാമത്തിന് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ദൈവദാസനെ അതിനുവേണ്ടി ചെലവിടുന്ന ഭക്തനെ ഐശ്വര്യമായി തലമുറയിലേക്ക് അത് സപ്പോർട്ട് ചെയ്യുന്നതിനെ കർത്താവ് വെറുതെ വിടത്തില്ല. അവര് നമുക്കറിയാം ഇവിടുത്തെ കഷ്ടപ്പാട് ചിലരെന്ന് പറയുന്നത്. ആമേ. സ്തോത്രം. കുടുംബം ഭരിക്കുന്ന, സഭ പരിപാലിക്കുന്ന, ആമേ. സ്തോത്രം. ചെലവിടുന്ന, കഷ്ടപ്പെടുന്ന ആളുകൾക്ക് മാത്രമേ മനസ്സിലാകത്തുള്ളൂ. നിങ്ങൾക്കതെല്ലാം അറിയാം.
ഞാൻ ബുധനാഴ്ച എല്ലാ വീട്ടിൽ എല്ലാ ബുധനാഴ്ച നടക്കുന്നത് എല്ലാവരും നിങ്ങൾ ശ്രദ്ധിക്കാത്തത് വീട്ടിൽ നിങ്ങൾ എല്ലാവരും വന്ന് ഇന്ന സൗകര്യം ഇല്ലാതെ ഞാൻ ആ മാരേജിൽ വന്നാൽ പോകാൻ പറയുമ്പോൾ അപ്പോൾ വരുന്ന ദൈവമായി ആ 4 പേര് വരുമ്പോൾ ഞാൻ ഒരാഴ്ചയിലുള്ള ഇതാഴ്ച 3 ആഴ്ചയിൽ അവൻ 4, 3, 7 പേര് വരുമ്പോൾ അവർക്ക് പ്രാർത്ഥിച്ചാണ് എങ്ങനെ ആമേ സ്തോത്രം സന്തോഷത്തോടെ ഈ കാര്യത്തെ കൊടുത്തു വാങ്ങിക്കാം വചനം അനുസരിക്കുക കൊടുത്തോ വാങ്ങിക്കുക കൊടുത്തു വാങ്ങിക്കാൻ പഠിക്കും നമ്മൾ ഒറ്റമൂലി കൊടുത്തില്ല ആരെങ്കിലും ഞാൻ കേൾക്കാം എന്തെങ്കിലും കൊടുക്കാൻ ഞാൻ ദൈവനാമത്തിന് ആരാധന കൊടുക്കണം, ദൈവനാമത്തിന് മഹത്വം കൊടുക്കണം. ദൈവനാമത്തിൽ മഹത്വം കൊടുക്കുമ്പോൾ ആത്മാവ് പ്രേരിപ്പിക്കുന്ന കാര്യം ദൈവ സഭയ്ക്ക് ചെയ്താൽ ദൈവം അത് നീതിയെ കണക്കുന്നു. അവൻ പട്ടണങ്ങളെ കൈവശമാക്കും. നീ എന്റെ വാക്കനുസരിച്ചത് കൊണ്ട് നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലുള്ള സകല ജാതികളും അനുഗ്രഹിക്കപ്പെട്ടു. ഈ വിഷയത്തെ ഞാൻ വാക്കുകൾ കൂടെ ഇങ്ങനെ പറഞ്ഞു വിട്ടെങ്കിലും ആ ഇതിനകത്ത് സംസാരിക്കാനാണ് ആ ദൈവാത്മാവ് മോശയുടെ ചരിത്രത്തിലുള്ള ബന്ധത്തിൽ പറയുന്നത്. അവിടെ പിശാച് തടയുന്നതും ആ പിന്നത്തെ നന്മ കാണുന്നത്. ഇവിടെ ദൈവത്തിന് വാക്ക് കേട്ടറിഞ്ഞിരിക്കുന്നത് ആമെ കൂടെ ദൈവത്തിന് വാക്കുകൾ ഇല്ലാതെ ദൈവമായ കർത്താവ് ഈ ജീവിതം സദായി ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തെ സഹായിക്കട്ടെ. കർത്താവ് അമീൻ മരുഭൂമിയിൽ തന്റെ ശിഷ്യന്മാരെ വിട്ടിട്ട് താൻ ഏകനായി പോയി അല്പസമയം വിശ്രമിക്കാമെന്ന് പറഞ്ഞ് മരുഭൂമിയിലേക്ക് പോകുമ്പോൾ താൻ പോകുന്ന വഴി ജനം നോക്കി നിന്നിട്ട് അവർ സന്ദേശങ്ങൾ കൊടുത്ത് പലർക്ക് യേശു ഇന്നടത്തോട്ട് പോയിട്ടുണ്ട്. യേശു ആ ഭാഗത്ത് ചെന്നിട്ട് നിൽക്കുമ്പോൾ യേശു കാണുന്നത് യേശു ചെല്ലുന്നതിന് മുമ്പേ ഭയങ്കര ഒരു ജനക്കൂട്ടം നിൽക്കുന്നു. യേശു വിശ്രമിക്കാനാണ് പോയത്. പക്ഷേ യേശു അവിടെ ചെല്ലുമ്പോൾ കാണുന്നത് വലിയൊരു ജനസമൂഹം അവിടെ മരുഭൂമിയാണ്, ഒന്നുമില്ല. നല്ല ചൂടുണ്ട്. കഴിക്കാനൊന്നും അവിടെ വലുതൊന്നും കിട്ടുമെന്നൊന്നും നമുക്ക് പ്രതീക്ഷയില്ല. ആളുകൾ തിങ്ങി നിൽക്കുകയാണ്. രോഗികളുണ്ട്. കർത്താവിൽ നിന്ന് കേൾക്കുവാൻ ആഗ്രഹിച്ചു വന്നവരുണ്ട്. പല വിധമായിരിക്കുന്ന വിഷയങ്ങളിൽ കൂടി കടന്നു പോകുന്ന ഒരു കൂട്ടം ജനങ്ങൾ യേശു വിശ്രമിക്കാൻ പോയി തമ്പുരാൻ പ്രസംഗിക്കാൻ തുടങ്ങി. തമ്പുരാൻ പ്രസംഗിക്കാൻ തുടങ്ങുകയാണ്. പ്രസംഗത്തിൽ കൂടെ തന്നെ തമ്പുരാന്റെ വാക്കിൽ നിന്ന് വരുന്ന ശക്തി മുഖാന്തരം കൊണ്ടുവന്നിരിക്കുന്ന രോഗികൾ വിടുതൽ പ്രാപിച്ച് ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. അതാ തമ്പുരാന്റെ തമ്പുരാൻ ഉള്ളിടത്തെ ആ പ്രത്യാശ, വ്യത്യാസം. പ്രാർത്ഥന തുടങ്ങി ഒരു ദിവസമായി നിൽക്കുന്നില്ല. ജനം പോകുന്നില്ല. ജനം പോയവരുടെ യേശുവിനെ പോകും. ജനം പോകുന്നത് ജനം ഇവിടെ തന്നെ ഇരിക്കുകയാണ്. സന്ധ്യമയങ്ങി പ്രാർത്ഥന നിൽക്കുന്നില്ല. ആരാധന തുടങ്ങിക്കൊണ്ട് നടക്കുകയാണ്. തുടങ്ങിയതുപോലെ തന്നെ തീ കത്തിക്കൊണ്ടിരിക്കുകയാണ്. രാത്രിയാമങ്ങളായി പ്രാർത്ഥന നിൽക്കുന്നില്ല. ആള് പോകുന്നില്ല, നിൽക്കുകയാണ്. 2-ാം ദിവസം പ്രഭാതമായി സഹോദരങ്ങള്
അവൻ ചുറ്റുവട്ടങ്ങളിൽ നോക്കുന്നവർ പോകുന്നില്ലേ? അവര് പോകുന്നില്ല, അവർ നിൽക്കുകയില്ല. ഞാൻ ഈ പറഞ്ഞു വന്നത് ആദ്യം ലേഖനത്തിൽ 1-ാം വാക്യത്തിലും വായിച്ച വാക്യം അവൻ അതിനോട് ബന്ധപ്പെടുത്തി വരാൻ പോകുന്നു. 2-ാം ദിവസവും കഴിയാറായി ഞാൻ തോന്നിയില്ല. 3-ാം ദിവസം ദൈവത്തിന്റെ അസാധാരണ പ്രവർത്തികൾ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന സന്ധ്യയാണ്. ഇവരെ ഭവനത്തിലേക്ക് പറഞ്ഞുകൊള്ളണം. ആമേൻ. യേശു പറയുന്നു, ഇവരെ ഭവനത്തിലേക്ക് പറഞ്ഞുവിടണം. ഇവർ വീട്ടിലേക്ക് നിന്റെ ആവശ്യങ്ങൾ അറിയുന്ന ദൈവമുണ്ടെന്ന്. നിന്റെ ജീവിതത്തിലെ പ്രയാസങ്ങൾ അറിയുന്ന ദൈവമുണ്ടെന്ന്. ഹല്ലേലൂയ. നീ ഇപ്പോൾ എങ്ങനെയായിരുന്നു ഇരിക്കുന്നതെന്ന് അറിയുന്ന ദൈവമുണ്ടെന്ന്. അവൻ നിന്റെ ഇരുപ്പും എഴുന്നേൽപ്പും അറിയുന്ന ഒരു തമ്പുരാനുണ്ടെന്നാണ് ഇന്ന് പകൽക്കാലം പ്രവചിച്ച് പറയുന്നത്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ തമ്പുരാൻ പറയുകയാണ്, അവൻ ഇവർ ദൂരെ നിന്നും വന്നവരുണ്ട്. ഇവരെ ഞാൻ ഇങ്ങനെ പറഞ്ഞു വിട്ടാൽ ഇവരുടെ വഴിയിൽ ക്ഷീണിച്ച് തളർന്നു വീഴും. നിന്റെ അപ്പനറിയാത്ത, നിന്റെ അമ്മയറിയാത്ത, നിന്റെ സഹോദരനറിയാത്ത, നിന്നെ കുറിച്ച് അറിയാത്തത് അവൻ തമ്പുരാൻ, അവൻ സൃഷ്ടാവായവൻ പറയുന്നു. അവൻ ഈ അവസ്ഥയിൽ നിന്നെ വിട്ടാൽ പറ്റത്തില്ല. ഇവരെ പോഷിപ്പിച്ചു വേണം പറഞ്ഞുവിടാൻ. അതാണ് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം. അകത്തളങ്ങളിൽ കടന്നാൽ നമുക്ക് എഴുന്നേറ്റ് കൊണ്ടുപോകുന്നത്. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അകത്തലേക്ക് വന്നാൽ 21 നിനക്ക് ഒരു ക്ഷീണവും വരത്തില്ല, നിനക്ക് ഒരു ക്ഷീണവും വരത്തില്ല, ഒരു തളർച്ചയും വരത്തില്ല. ഞാൻ 3 ദിവസം കൊണ്ട് വെള്ളം കുടിക്കുന്നില്ല. എന്തൊക്കെ ക്ഷീണമൊന്നും നമ്മുടെ ഒരാൾക്ക് മാത്രമേ. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നിന്റെ അകത്തളങ്ങളിൽ വ്യാപരിക്കുമ്പോൾ നീ ഒരു പുതിയ സൃഷ്ടിയായി മാറും. നമുക്ക് വായിക്കണം. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. ഇന്ന് പുറക്കാലം അല്പസമയം നമുക്ക് ചിന്തിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. 2-ാമത്തെ 1-ാം വാക്യം വായിച്ചു. അവൻ എന്നോട് ദൈവത്തിന്റെ ആദ്യത്തെ ഭക്തനോട് പറയുകയാണ്, മനുഷ്യപുത്ര, മനുഷ്യപുത്ര നിവർന്നു നിൽക്കാം. ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, ആമേൻ, മനുഷ്യപുത്ര നിവർന്നു നിൽക്കാം. നീ ക്ഷീണിച്ചായിരിക്കുന്നത്, നീ ഭാരപ്പെട്ടായിരിക്കും അകത്തളങ്ങൾ വന്നിരിക്കുന്നത്. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ പല വിഷയങ്ങളിൽ ഭാരപ്പെട്ട് ഞെരുങ്ങിയായിരിക്കും അവൻ ഇതിനകത്തളങ്ങളിലായിരിക്കുന്നത്. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുന്നു, മനുഷ്യപുത്ര, അവൻ മനുഷ്യപുത്ര, അവൻ നീ ഒന്ന് നിവർന്നു നിൽക്കാം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജയമെടുക്കുകയാണ്. അവൻ നിനക്ക് നിവർന്നു നിൽക്കാൻ കഴിയാതെ വണ്ണം അവൻ ചിലപ്പോൾ നീ പരാജയത്തിന്റെ വക്കിൽ നിൽക്കുകയായിരിക്കും. അവൻ നിവർന്നു നിൽക്കാൻ കഴിയാതെ വണ്ണം അവൻ മറ്റുള്ളവരുടേതായിരിക്കുന്ന നിന്ദയുടെ ദൂഷിയുടെ മധ്യേ അവൻ നിനക്ക് നിവർന്നു നിൽക്കാൻ കഴിയാതെ നിൽക്കുകയായിരിക്കും.
ചിലപ്പം നിന്റെ നന്മയുടെ തകർച്ചയുടെ വക്കിൽ അവൻ നിനക്ക് നിവർന്നു നിൽക്കാൻ കഴിയാതെ അവൻ നിൽക്കുകയായിരിക്കും. അവൻ പ്രാർത്ഥിക്കുന്ന നിന്നോട്, അവൻ ഉപവസിക്കുന്ന നിന്നോട്, അവൻ ദൈവധാമത്തിൽ നിന്ന് വിട്ടുമാറാതെ ആ പാതവനത്തിലിരിക്കുന്ന നിന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, അവൻ നീ ഇങ്ങനെ ഇരിക്കാനുള്ളവനല്ല, അവൻ നീ നിവർന്നു നിൽക്കാനുള്ളവനാണ്. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. ഇന്ന് പകൽക്കാലം പറയട്ടെ, അവൻ മറ്റുള്ളവരുടെ നിന്ദാവാക്ക് കേട്ടിട്ട് അവൻ നീ നിവർന്നു നിൽക്കാനുള്ളവനാണ്. പക്ഷേ അവൻ നീ കുനിഞ്ഞിരിക്കുകയാണ്, നീ തളർന്നിരിക്കുകയാണ്, നീ വേദനപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് പകൽക്കാലം ആത്മാവ് പറയുന്നു, അവൻ നീ നിവർന്നില്ല, അവൻ നിന്നെ കൊണ്ട് ചിലതെനിക്ക് ചെയ്തെടുക്കാനുണ്ട്. വിശ്വസിക്കുന്നവർക്ക് പകൽക്കാലം, ഈ അവസാന ദിവസം അവൻ പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവിനകത്താണ് ഇരിക്കുന്നവരോട്, അവൻ ഇരിക്കുന്ന വ്യക്തിത്വമാണ്. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, അവൻ ഈ മൂന്നാം ദിവസം പകൽക്കാലം നീ നിവർന്നു നിൽക്കുന്ന പകൽക്കാലമാണ്. നദിയുടെ സ്തോത്രം. അതേ അധ്യായം തന്നെ അവൻ 37:1 വായിക്കണം. Jesus, hallelujah. തളർന്നിരുന്നവന്റെ മേൽ, ക്ഷീണിച്ചിരുന്നവന്റെ മേൽ, hallelujah, ദുഃഖിച്ചിരുന്നവന്റെ മേൽ അവൻ പരിശുദ്ധാത്മാവിന്റെ കരം, അവൻ ദൈവത്തിന്റെ കരം, അവൻ ദൈവത്തിന്റെ കരം, അവൻ പ്രാർത്ഥിക്കുന്നവൻ തളർന്നിരിക്കുകയാ. ദൈവത്തിന്റെ കരം അവന്റെ മേൽ വന്നു. യഹോവയുടെ കരം എന്റെ മേൽ വന്നു. ജീസസ്, ഹല്ലേലൂയ. അടുത്തത്, യഹോവയുടെ ആത്മാവ് എന്നെ എന്ത് ചെയ്തു? ശ്രദ്ധിച്ചു കേട്ടോണേ, ശ്രദ്ധിച്ചു കേട്ടോണേ. യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, അവന്റെ കാലിന് കരം, അവൻ ഹല്ലേലൂയ, അവൻ പറയുന്നു എന്റെ മേൽ വന്നിട്ട് അവൻ ദൈവത്തിന്റെ ശബ്ദം എന്നെ കേൾപ്പിക്കുകയാണ്. അവൻ നീ എഴുന്നേൽക്കുക. ഓ ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത ഒരു വാക്യത്തിൽ ഒരു വാക്യം വായിച്ച് നമുക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു ഇരിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദിയോട് സ്തോത്രം. യേശുവിന്റെ രക്തത്താൽ. ശമൂവേലിന്റെ പുസ്തകം 10-ാം അധ്യായം 9-ാം വാക്യം വായിച്ചു. ഇങ്ങനെ അവൻ ശമൂവേലിനെ വിട്ടുപിരിഞ്ഞപ്പോൾ ഇന്ന് പകൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, അവൻ ഇങ്ങനെ അവൻ ശമൂവേലിനെ വിട്ട് വിട്ടു പിരിയുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രാർത്ഥന കഴിഞ്ഞ് അവിടെ നിന്ന് കരം കൊടുത്ത് വിട്ടു പിരിയുമ്പോൾ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ ഒരു പ്രാർത്ഥന കഴിഞ്ഞ് ഭക്തന്റെ അടുക്കൽ നിന്ന് പറഞ്ഞ് അവൻ മടങ്ങുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, അവൻ ഒരു പുതിയ ഹൃദയത്തെ കൊടുക്കണം. പ്രകാരം വിശ്വസിക്കുന്നു. അവൻ ഹല്ലേലൂയ. തമ്പുരാൻ പറയുക, എനിക്കറിയത്തില്ല. ഇന്ന് പകൽക്കാലം തമ്പുരാൻ പറയുകയാണ്, പ്രാർത്ഥന കഴിഞ്ഞ് അവൻ ദൈവഭക്തന്റെ അടുക്കൽ നിന്ന് അവൻ ഹല്ലേലൂയ, ഹല്ലേലൂയ, നദിയോട് സ്തോത്രം. പൗലോസ് മടങ്ങുമ്പോൾ ഹല്ലേലൂയ, ശൗൽ മടങ്ങുമ്പോൾ യേശുവിന്റെ നാമത്തിൽ ശൗൽ മടങ്ങുമ്പോൾ ശൗൽ ഭവനത്തിന് വന്ന അവൻ ഹൃദയമല്ല, ഭവനത്തിന് അവൻ ശൗലിന് വന്ന ഹൃദയത്തെ അല്ല, അവൻ ആരാധന കഴിഞ്ഞിട്ട് മടങ്ങി പോകുന്നത് ഒരു അല്ലെങ്കിൽ വ്യത്യസ്ത ഹൃദയമായിട്ട് ഇന്ന് പകൽക്കാലം ആത്മാവ് പ്രവചിക്കാൻ പറയുന്നു. ഇതിനകത്ത് കടന്നു പോകുന്നവർ
സാഹോദര്യ പകർന്നു കൊടുത്തു. നല്ല വായിക്കുന്നതോ അവൻ ദൈവം അവന് പകർന്നു കൊടുത്തു. എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ നമ്മുടെ ദൈവമാകത്തിൽ ആമേൻ അല്ലെങ്കിൽ ചേർന്ന് വരാൻ കഴിയാതെ വണ്ണം ആമേൻ ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് അവസാനത്തെ പകൽക്കാലം വിളിച്ചു പറയുന്നു. ആമേൻ ഇതിനകത്തളങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ അവരൊരു വ്യത്യസ്ത ഹൃദയത്തോടെ അവൻ ആരെല്ലാം നിന്നെ വിരൽ ചൂണ്ടിയാലും അവൻ അവരുടെ മുഖത്തേക്ക് നോക്കി ചിരിച്ചോണ്ട് നിൽക്കുന്നതല്ലാതെ അവൻ വേണ്ടി അതിനകത്ത് അറിയാത്ത ഒരു വാക്കുപോലും വരാതെ വണ്ണമുള്ള അവൻ ഒരു വ്യത്യസ്ത ഹൃദയത്തിന്റെ ഉടമയാക്കി നിന്നെ ഇതിനകത്തളങ്ങളിൽ വിടുമല്ല. വിശ്വസിക്കുന്ന പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ വായിക്കാം. യേശുവിന്റെ നാമത്തിൽ അതേ അധ്യായം തന്നെ അതിന്റെ 6-ാം വാക്യം വായിച്ചു. ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ അറിയത്തിൽ എന്തൊക്കെയോ ദൈവത്തിന്റെ ആത്മാവിനകത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നു. യേശുവിന്റെ നാമത്തിൽ 6-ാം വാക്യത്തിൽ വായിക്കുകയാണ്. അവൻ യഹോവയുടെ ആത്മാവ് ശമന പറയുകയാണ്. ശമനോട് ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്. യഹോവയുടെ ആത്മാവ് അവൻ നിന്റെ മേൽ വന്നിട്ട് ഹല്ലേലൂയ. അടുത്തത് പറയുന്നു അവൻ നിന്നെ അഭിഷക്തനാക്കി മാറ്റി, നിന്നെ അഭിഷക്തനാക്കി മാറ്റി. ഹല്ലേലൂയ. വിശ്വസിക്കുന്നു ഇന്ന് പകൽക്കാലം, ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി സംസാരിക്കുകയാണ്. ഇന്ന് പകൽക്കാലം അവൻ അല്ലെങ്കിൽ പുതിയൊരു ഹൃദയം പിടിച്ചോ, പിടിച്ചോ പുതിയൊരു ഹൃദയം അവൻ ശമനന്റെ മേൽ കൈമാറിയല്ല. അവൻ ആത്മാവ് പറയുന്നു അവൻ നീയും ആരെ പോലെ നീയും ആരെ പോലെ അവൻ നീയും ജീവിതത്തെ സമ്പന്നമാണ്. അവൻ തമ്പുരാൻ പറയുന്നു നിന്റെ ഹൃദയത്തെ മാറ്റിയെത്താം. എവിടെ വന്നെന്നോ ആരുടെ മകനെന്നോ അവൻ ധനവാനോ സ്നേഹമില്ല ഹല്ലേലൂയ ദാരിദ്ര്യം പിടിച്ചവനോ ഒന്നും കർത്താവ് അന്വേഷിക്കുന്നില്ല, ഒന്നും ചോദിക്കുന്നില്ല. അവൻ തമ്പുരാൻ പറയുന്നു നിന്റെ ഹൃദയത്തെ ഞാൻ മാറ്റാൻ പോകുന്നു. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ഇന്ന് നിന്റെ ഭവനത്തിനകത്തളങ്ങൾ നീ ചെല്ലുമ്പോ, ഇന്ന് നിന്റെ കുടുംബത്തിനകത്തളങ്ങൾ നീ ചെല്ലുമ്പോ, ഇന്ന് നിന്നോട് ഇടപെടുന്നവരാണ് അടുക്കൽ നീ ഇന്ന് ചെല്ലുമ്പോ അവൻ അവരെ പറയുമ്പോ ഒരു വ്യത്യസ്തരാണ്. യേശുവിന്റെ നാമത്തിൽ ഇന്നലെ കഴിഞ്ഞ നിമിഷം അവൻ ഞാൻ കണ്ടതുപോലല്ല, കഴിഞ്ഞ നിമിഷം അവൻ ഞാൻ നിലനിൽക്കുന്നതല്ല. ഒരു വ്യത്യസ്ത കാണുന്നു, ഒരു വ്യത്യസ്ത യേശുവേ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവേ നിന്നെ കൊണ്ട് എനിക്ക് സഹിക്കാൻ വയ്യ, അവൻ നിന്നെ എനിക്ക് ഉൾക്കൊള്ളാൻ വയ്യത്തില്ല. ഹല്ലേലൂയ. നിന്റെ വാക്കുകൾ കേൾക്കുമ്പോ എനിക്ക് അവൻ ഹല്ലേലൂയ നിന്നെ കൊന്നുകളയാൻ തോന്നുന്നു എന്നൊക്കെ പറയുന്നവരുടെ ഇടയിൽ അവൻ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു അവൻ ഹല്ലേലൂയ നീ എന്നെ വിട്ടു തിരിയുകയാണ്. അവൻ ഹല്ലേലൂയ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അവൻ ഹല്ലേലൂയ ഹല്ലേലൂയ. ഇതാ ദൈവത്തിന്റെ ആത്മാവ് അവൻ അവിടെ നിറങ്ങുമ്പോ ഹല്ലേലൂയ അവൻ ഹല്ലേലൂയ ശമൂവേലിനെ വിട്ട് അവൻ ഹല്ലേലൂയ ശമൂവേൽ ഇറങ്ങുമ്പോ ദൈവം അവനോട് സംസാരിക്കുകയാണ്. ഹല്ലേലൂയ കുഞ്ഞേ പുതിയൊരു ഹൃദയം ഞാൻ നിനക്ക് തരും.
പുതിയൊരു ഹൃദയത്തിന്റെ അകത്താണ് നമ്മുടെ ഹൃദയം മാറ്റിയിട്ട് കർത്താവിന്റെ ഹൃദയം നമ്മുടെ ജീവിതത്തിലേക്ക് കൈമാറുമ്പോൾ ആമേൻ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതിനെ കുറിച്ച് ആമേൻ ആ അധ്യായം ആമേൻ അങ്ങനെ ആ വാക്യം തന്നെ താഴോട്ട് വായിച്ചു. 2-3 വാക്യം വായിച്ചു. അല്ല, ആദ്യം വായിച്ചു. ആദ്യം ആദ്യം 2-1 കാണുന്നത്. ആത്മാവ് എന്റെ മേൽ വന്നു എന്നെ നിവർന്നു നിൽക്കുവാനാക്കി. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ഞാൻ കണ്ടിച്ച് പറയട്ടെ, ഹല്ലേലൂയ, ചില മേഖലകളിൽ നിവർന്നു നിൽക്കാൻ, ചില മേഖലകളിൽ ചെന്ന് മാറി നിൽക്കുന്ന മേഖലകളെ ഇന്ന് തമ്പുരാൻ വലിച്ചു പൊട്ടിച്ചു മാറ്റിയിട്ട് തമ്പുരാൻ പറയുന്നു, അവൻ അടുക്കൽ ചെന്ന് നിവർന്നു നിന്ന് അവൻ ഹല്ലേലൂയ ചിലത് സംസാരിക്കാൻ ഇന്ന് യോഗ്യതയുള്ള വിശ്വസിക്കുന്നു. ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്ന അകത്തളങ്ങളിൽ നമ്മൾക്ക് കുറച്ച് പേരെ ഉള്ളൂ. ദൈവത്തിന് എന്തൊക്കെയോ അകത്തളങ്ങൾ ചെയ്തെടുക്കാനുണ്ട്. യേശുവിന്റെ നാമത്തിൽ നമ്മളെ പണിതെടുക്കാനുണ്ട് കർത്താവിന്. ഹല്ലേലൂയ, നമ്മളെ ഉടച്ചു വാർക്കാനുണ്ട് കർത്താവിന്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവിക പ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ തലമുറകളെ ചെയ്തെടുക്കാൻ ദൈവത്തിനുണ്ട്. അതുകൊണ്ട് തമ്പുരാൻ പറയുന്നു, അത് ഞാൻ ചെയ്തെടുക്കുന്നവർക്ക് ഒരു പുതിയ യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ഇവിടെ യെഹെസ്കേലിനോട് പറയുകയാണ്, നിവർന്നു നിൽക്കുക. അടുത്തത് അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ആത്മാവ് എന്നിൽ വന്നു. രണ്ടാമത്തെ എന്നെ നിവർന്നു നിൽക്കുമാറാക്കി. അവൻ എന്നോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. മോശയോട് ചോദിക്കുക, ഹല്ലേലൂയ, മോശേ, നീ മരുഭൂമിക്കപ്പുറം ചെന്നപ്പോൾ അവൻ എന്തെങ്കിലും നീ കേട്ടോ? മോശ പറയും, ഓരോ പർവ്വതത്തിന്റെ താഴ്വരയിൽ ഞാൻ നിൽക്കുമ്പോൾ മുകളിൽ മുൾച്ചെടികൾ കത്തുന്നതായി ഞാൻ കണ്ടു. കേട്ടതുമല്ല, കണ്ടുകൊണ്ട് കാണുക. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം അവൻ ഞാൻ വിളിച്ചു പറയുന്നു, ചിലത് പ്രാർത്ഥിക്കുന്ന നീ കാണും. കേൾക്കുന്നത് മാത്രമല്ല, പ്രാർത്ഥിക്കുന്നവൻ ചിലത് കാണും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. മോശ പറയുന്നു, ഞാൻ കണ്ടു മുൾപടർപ്പ് കത്തുന്നു, പക്ഷേ അവൻ അത് വെന്തു പോകുന്നില്ല. വലിയൊരു അത്ഭുതം കാണുകയാണ്. അവൻ മുൾപടർപ്പാളി കത്തുകയാണ്. അവൻ നമുക്കറിയാം, ഒരു തീ കത്തിയാൽ അവന് കത്തുന്ന മരം ചാമ്പലായി പോകും. അവൻ കത്തുന്നത് ഹല്ലേലൂയ പിന്നെ അവിടെ എവിടെ നിന്നെന്ന് പോലും അറിയത്തില്ല. അവൻ കരിഞ്ഞു മാറത്തക്കവണ്ണം അവൻ തീയുടെ ശക്തി ഇറങ്ങി വരുമ്പോൾ അവൻ ഹല്ലേലൂയ ശബ്ദം കാണുകയാണ്. അവൻ ആളി കത്തുന്ന ഒരു തീ, ഹല്ലേലൂയ, ഒരു മനുഷ്യൻ അടുത്ത് ചെല്ലാൻ കഴിയാതെ വേണമുള്ള അവൻ വലിയൊരു തീ കത്തിക്കൊണ്ട് നിൽക്കുമ്പോഴും അവൻ ഹല്ലേലൂയ മോശ കാണുന്നു. അവൻ ആ കത്തുന്നതൊരു മുൾച്ചെടിയാണ്, പക്ഷേ ആ മുൾച്ചെടി വെന്തു പോകുന്നില്ല. അടുത്തത് മോശയ്ക്ക് പറയാനുണ്ട്, അവൻ എന്നോട് സംസാരിച്ചു. ഇന്ന് പകൽക്കാലം ഇതിനകത്തളങ്ങളിൽ വന്ന നിന്നോട് ദൈവാത്മാവ് ഇടപെടാതിരിക്കത്തില്ല. ഇന്ന് പകൽക്കാലം ആമേൻ ഹല്ലേലൂയ ഉപവാസത്തോടെ, പ്രാർത്ഥനയോടെ, ആമേൻ ഹല്ലേലൂയ അല്ല ഏകാഗ്രതയോടെ, മനസ്സോടെ ഇതിനകത്തളങ്ങളിൽ വന്ന നിന്നോട് സംസാരിക്കാതിരിക്കത്തില്ല. ആമേൻ ഹല്ലേലൂയ. നീ ഏകനായിരിക്കുമ്പോൾ ആമേൻ നിന്റെ പ്രാർത്ഥന മുറിക്കകത്ത് തമ്പുരാൻ നിന്നോട് സംസാരിക്കുമെന്ന് ഇന്ന് പകൽക്കാലം ദൂത് വിളിച്ചു പറയുന്നതാണ്. അടുത്ത വാക്യം വായിച്ചാൽ
സമയത്തിന്റെ അടുത്ത് ഞാൻ നിന്നെ അയക്കും. കണ്ടോ? ഹല്ലേലൂയ. ശമൂവേലിന്റെ ആമേൻ ഹല്ലേലൂയ പുസ്തകത്തിൽ നമ്മൾ വായിച്ചു, ആമേൻ ശൗലിന് പുതിയൊരു ഹൃദയം കർത്താവ് കൊടുത്തു. ഇവിടെ നാം വായിക്കുന്നു, ആത്മാവ് അവന്റെ മേൽ വന്നപ്പോൾ, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിലൊക്കെ അവൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, നിന്നോട് എതിർത്ത് നിൽക്കുന്ന, മനസ്സിലായോ? ആത്മാവകത്തുള്ളവന്റെ അടുത്ത് ഉള്ളവർക്ക് മാത്രമേ അത് ചെയ്യാൻ കഴിയൂ. ഇല്ലാതെ ഒരു വ്യക്തിക്ക് നടക്കുന്നില്ല. ഹല്ലേലൂയ. അവിടെ വായിക്കുന്നു, ആത്മാവ് നിന്റെ മേൽ വന്നു, നീ നിവർന്നു നിന്നു, നീയോ ഇസ്രായേൽ ജനത്തിന്റെ, നിനക്ക് ശത്രുവായി നിൽക്കുന്ന, നിനക്കെതിരായി നിൽക്കുന്ന, അവൻ നിന്നെ തകർത്ത് കളയുവാൻ, നിന്നെ ഇല്ലാതാക്കി കളയുവാൻ, നിനക്കെതിരെ ഗൂഢാലോചന ചെയ്യുന്ന, വെല്ലുവിളി ചെയ്യുന്ന ഇസ്രായേൽ ജനത്തിന്റെ അടുക്കലേക്ക് നീ എന്ത് ചെയ്യും? ഇത് പോരെ. ആമേൻ. നിന്നെ തകർത്ത് കളയാൻ നിൽക്കുന്നവന്റെ അടുക്കിലേക്ക് ചെന്ന് ആമേൻ അവനെ സ്വാന്തന വാക്ക് പറഞ്ഞ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, കുഞ്ഞേ, ക്രിസ്തു നിന്നെ വിടുവിക്കും. ആമേൻ. ഹല്ലേലൂയ, പൈതലേ, നിന്നെ ക്രിസ്തു അനുഗ്രഹിക്കും. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. അമ്മച്ചി, ആമേൻ, ഒരു നിത്യത നിനക്കുണ്ട്. ഹല്ലേലൂയ എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുവാനുള്ള ഹൃദയം യേശുവിന്റെ നാമത്തിൽ. ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, ആ ശക്തി നിന്റെ മേൽ വരുമ്പോ സഹോദരനോട് ഇടപെടാൻ കഴിയാതിരിക്കുകയാണ്. ആമേൻ. ഹല്ലേലൂയ. അയൽവക്കക്കാരോട് നിനക്ക് അനുകൂലമായി വേണ്ടാൻ കഴിയാതെ നിന്റെ മനസ്സിനെ കടുപ്പിച്ചു വെച്ചിരിക്കുകയാണോ? ഒന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ആത്മാവകത്വങ്ങൾ വരുമ്പോ, ആമേൻ, ആത്മാവകത്വങ്ങൾ എന്ത് ചെയ്യുക? ഇറങ്ങിച്ചെല്ലും, ശത്രുവിന്റെ അടുക്കിലേക്ക് ഇറങ്ങിച്ചെല്ലും. അവനൊരു മിത്രമായി നീ കരുതും, അവന് വേണ്ടി നീ പ്രാർത്ഥിക്കും. നാമത്തിൽ ജയമെടുക്കുകയാണ്. ഹല്ലേലൂയ. ശൗലിനോട് പറയുന്നു, പുതിയൊരു ആത്മാവിനെ, ആമേൻ, ദൈവത്തിന്റെ ഹൃദയത്തെ നിന്റെ മേൽ പകർന്നു കഴിയുമ്പോ നീ പ്രവചിക്കാൻ തുടങ്ങുകയാണ്. ഹല്ലേലൂയ. നീ ഇങ്ങോട്ട് വന്നപ്പോൾ നിന്നെ കുറ്റം പറഞ്ഞവരെ കാണും. നീ ഇങ്ങോട്ട് വന്നപ്പോൾ നിന്നെ, ആമേൻ, ഹല്ലേലൂയ, ആക്ഷേപിച്ചു പറഞ്ഞവരെ കാണും. ആമേൻ, ഹല്ലേലൂയ. ശൗലേ, നീ ഓർത്തോ, നീ തിരിച്ചു ചെല്ലുന്നതോ ഇങ്ങനെ ആയിരിക്കത്തില്ല. അവൻ നീ തിരിച്ചു നിന്റെ പട്ടണത്തിൽ കാലുകുത്തുമ്പോ തന്നെ ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് ഇടപെടണമെന്ന്. ഓ ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പകൽക്കാലം വിശ്വസിച്ചോ? ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, അവൻ പുതിയൊരു ഹൃദയം നിനക്ക് കൈമാറിയപ്പോ അവൻ നീയും അവനോട് കൂടെ യേശുവിന്റെ നാമത്തിൽ നിന്റെ ഭർത്താവിനോട് നീ പ്രവചിക്കത്തക്ക, നിന്റെ കുഞ്ഞിനോട് നീ പ്രവചിക്കത്തക്കവണ്ണം ഒരു പുതിയ ഹൃദയത്തിലേക്ക് ഇന്ന് പഴക്കാലത്തിലേക്ക് കൈമാറ്റം ചെയ്യാൻ പോകുകയാണ്. ആഗ്രഹമുണ്ടോ? എനിക്ക് അവർ എന്റെ കുടുംബത്തോട് പ്രവചിക്കണം. യേശുവിന്റെ നാമത്തിൽ അന്ത്യരായ ഇത് പ്രവർത്തനം ആത്മാവറിയുന്നു. നിന്റെ കുടുംബത്തിനകത്താണ് അവൻ വെളിപ്പെടുത്തുക. അവൻ നിന്നെ കുറിച്ച് അവൻ സാക്ഷ്യം പറയുന്നതിന്റെ ഭവനത്തിലാണ്.
21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ഞങ്ങളുടെ സഭയിൽ നടന്നിട്ട് ഹല്ലേലൂയ അതിന്റെ 18ാമത്തെ ദിവസം ഞങ്ങളെല്ലാം ഉപവാസമാണ്. ഹല്ലേലൂയ ജെവിൻ 21 ദിവസം ഉപവാസമാണ്. ജാസ്മിൻ 7 ദിവസം ഉപവാസമാണ്. ഞാനും ജാസ്മിൻ 7 ദിവസം വീതം ഉപവാസമാണ്. ഹല്ലേലൂയ ഇങ്ങനെ ഞങ്ങൾ ഉപവാസം കഴിഞ്ഞിട്ട് ആരാധനാലയം വിട്ട് രാത്രിയിൽ ഭവനത്തിനകത്തങ്ങളിൽ വന്ന് ഹല്ലേലൂയ പ്രായിട്ടിട്ട് ചില നിമിഷങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോ ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം അനുഭവത്തിൽ നിന്ന് പറയുകയാണ് ആലയം വിട്ട് പുറത്തേക്ക് ഇറങ്ങി നീ ഭവനത്തിനകത്തങ്ങളിൽ കാലുകുത്തിയപ്പോ അല്പസമയം പ്രായിട്ട് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തിട്ട് പ്രാർത്ഥിക്കാൻ തയ്യാറായപ്പോ തലമുറകൾ പ്രവചിക്കാൻ തുടങ്ങി. ഹൃദയത്തെ സ്വന്തം നൽകിക്കൊടുത്തിട്ട് ചാടി എഴുന്നേറ്റ് അവൻ പിതാവിന്റെ നേരെ കരങ്ങളെ ചൂണ്ടിക്കൊണ്ട് പ്രവചിക്കുകയാണ്. ദൈവത്തിന്റെ ആത്മാവ് അവൻ ഒന്നും പോഡ്കായി ചെയ്യുന്നവനൊന്നും പോഡ്കായി പറയത്തുമില്ല. നമ്മൾ വായിച്ച വാക്യം അത് തന്നെയാണ്. പുതിയൊരു ഹൃദയത്തെ ശവന്റെ മേൽ പകർന്നിട്ട് അവൻ എവിടെ വായിക്കുന്നത് അവനും അവരുടെ കൂടെ അവന്റെ ദേശത്ത് പ്രാർത്ഥിക്കുന്ന പ്രവചിക്കുന്ന വെളിപ്പാട് പറയുന്ന ഒരു കൂട്ടരോട് ചേർന്ന് നിന്നിട്ട് അവരും പ്രവചിച്ചു. ഇന്നൊരു പകൽക്കാലം നമുക്ക് ആഗ്രഹമാണ് എനിക്ക് പുതിയൊരു ഹൃദയം കർത്താവ് നൽകാം. നിന്റെ സാന്നിധ്യം നിന്നെ പോലെ അല്ല നിന്നിലും അപ്പുറമായത് എനിക്ക് ചെയ്യാം. ഹല്ലേലൂയ അതിനെനിക്ക് ആവശ്യം ഒരു പുതിയ ഹൃദയമാണ്. ഇന്ന് പകൽക്കാലം പ്രാർത്ഥിച്ചോണേ. ഹല്ലേലൂയ ഭവനത്തിലൊക്കെ ചെല്ലുമ്പോ ഇന്ന് പകൽക്കാലം പറയണം, ഭർത്താവ് പറയണം എന്തോ നിനക്കൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ അയൽവാസി പറയണം എന്തോ നിനക്കൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ നിന്റെ കുഞ്ഞ് പറയണം അമ്മേ ഹല്ലേലൂയ എന്തോ അമ്മച്ചിക്കൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം ആത്മാവ് പറയുന്നു ഒരു പുതിയ ഹൃദയത്തെ നൽകി ഇതിനകത്ത് നമ്മൾ തമ്മിലാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കഴിഞ്ഞ പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് തന്റെ ദാസനെ കൂടി സംസാരിച്ച് നമ്മൾ കേട്ടല്ലോ. ചിലപ്പോൾ ഭർത്താവ് മദ്യപനിയായിരിക്കാം, ചിലപ്പോൾ ഭർത്താവ് ലോകപരമായി ജീവിക്കുന്നവനായിരിക്കാം, ചിലപ്പോൾ നിന്നോടുകൂടെ പ്രാർത്ഥിക്കാനിരിക്കാതിരിക്കാം. ഹല്ലേലൂയ അതിന്റെ മധ്യേ യേശുവിന്റെ നാമത്തിൽ അവന്റെ വായിൽ നിന്ന് വരണം എന്തോ നിനക്ക് സംഭവിച്ചിട്ടുണ്ട്, എന്തോ നിനക്ക് സംഭവിച്ചിട്ടുണ്ട്. ഞാൻ കാണുന്നു നിന്നിൽ നിന്ന് ചില മാറ്റങ്ങൾ. ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം ആ മാറ്റങ്ങൾ ചിലതിനെ നിന്നിലേക്ക് അടുപ്പിക്കാം. ആ മാറ്റം ചിലതിനെ എഴുന്നേൽപ്പിക്കാം. ആ മാറ്റം ഹല്ലേലൂയ നിലംപരിയായി കിടക്കുന്നതിന്റെ കരത്തെ പിടിച്ചെഴുന്നേൽപ്പിക്കാം. ആ ഹൃദയം ഇന്ന് പകൽക്കാലം നിന്റെ മേൽ കൈമാറി വിടുകയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ അതിന്റെ 37ാമത്തെ വാക്യം 1-2 വാക്യം വായിച്ച് നമുക്ക് നിർത്താം. 37ാമത്തെ അധ്യായം ഹല്ലേലൂയ അവിടെ എഗസ്കേൽ പറയുകയാണ് യഹോവയുടെ ആത്മാവ് എന്റെ മേൽ വന്നു, യഹോവയുടെ ആത്മാവ് എന്നെ പുറപ്പെടുവിച്ചു. വായിച്ചോ വ്യക്തമായിട്ട് വായിച്ചു. താഴ്വരയുടെ നടുവിൽ കൊണ്ട് നിർത്തി ആത്മാവകത്തളങ്ങളിൽ വന്നു, അവനെ എഴുന്നേൽപ്പിച്ചു, അവനെ പുറപ്പെടുവിച്ചു, അല്ലെങ്കിൽ കൊമ്പ് നിർത്തി താഴ്വരയുടെ നടുവിൽ. ജീവനില്ലാത്തതിന്റെ നടുവിൽ
അമാനുഷ്യമായുള്ള ജീവനെ കുറിച്ചല്ല ഈ ആത്മാവിന്റെ പകർക്കാലം വെളിപ്പെടുത്തുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ തിരിച്ചറിയണം, ജീവനില്ലാത്ത ക്രിസ്തുവിന്റെ ജീവൻ അകത്തളങ്ങളില്ലാത്തപ്പോൾ മനസ്സിലാകുന്നവർ ദൈവത്തെ ആരാധിക്കും. ഹല്ലേലൂയ. ആമേൻ. ജീവൻ, ക്രിസ്തുവിന്റെ ജീവൻ അകത്തളങ്ങളില്ലാത്ത ഒരു വലിയ താഴ്വരയിലേക്ക് അവിടെ പറയുന്നു, അസ്ഥി കൂമ്പാരങ്ങൾ കിടക്കുന്ന യേശുവിന്റെ നാമത്തിൽ 1, 2, 3 അല്ല, ഒരു വലിയ സമൂഹത്തിന്റെ നടുവിൽ നിർത്തി. അവൻ എന്നെ അതിന്റെ ഇടയിൽ കൂടെ നിങ്ങൾക്ക് ആർക്കും എന്തെങ്കിലും മനസ്സിലാക്കുന്നുണ്ടോ? ജാതീയ മണ്ഡലത്തിൽ കിടക്കുന്നതിന്റെ നടുവിൽ കൂടെ, ക്രിസ്തുവിന്റെ ജീവനകത്തളങ്ങളിൽ ഇല്ലാത്തതിന്റെ നടുവിൽ കൂടെ യേശുവിന്റെ നാമത്തിൽ കൃപ പ്രാപിച്ച നിന്നെ, വെളിപ്പാട് പ്രാപിച്ച നിന്നെ, ദൈവശക്തി പ്രാപിച്ച നിന്നെ, ആമേൻ, ദൈവത്തിന്റെ പുതിയൊരു ഹൃദയം എന്ന നിന്നെ, ആമേൻ, അതിന്റെ ഇടയിൽ കൂടെ ചുറ്റി നടത്തിക്കുകയാ. എന്തിനാണെന്നറിയാമോ? ഞാനിവിടെ പറഞ്ഞെടുക്കാൻ പോകുകയാ. അവൻ ജീവനില്ലാത്തതിനെ ജീവനുള്ളതാക്കി പുറത്തു കൊണ്ടുവരുക. നിനക്കൊരു ഹൃദയം തന്നിരിക്കുകയാണെന്ന് നിങ്ങൾക്ക് വിശ്വസിച്ച് ദൈവത്തിന് സ്തോത്രം പറയാൻ കഴിയുന്ന സ്തോത്രം പറ. യേശുവിന്റെ നാമത്തിൽ അതിന്റെ ചാർച്ചക്കാരായിരിക്കുക, അതിന്റെ സഹോദരനായിരിക്കുക, അതിന്റെ വ്യക്തിത്വത്തിലായിരിക്കുക. ഇത് കാലം ജീവനില്ലാതെ കിടക്കുന്നതിനെ ജീവനുള്ളതാക്കി മാറ്റുവാൻ അതിന്റെ ഇടയിൽ കൂടി നിന്നെ ചുറ്റിച്ച് നടക്കാൻ പോകുകയാണ്. എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം അഭിഷേകത്തിന്റെ തലയിൽ വീണ ഭവനത്തിലേക്ക് നടക്കുമ്പോൾ, വാതിൽ പടിയിൽ ഇറങ്ങുമ്പോൾ, തമ്പുരാൻ പറയുകയാണ്, എന്റെ കുഞ്ഞെ, ഇതൊന്നും പോരാ. നിനക്ക് ഹല്ലേലൂയ ശമൂവേൽ, എന്റെ ഹല്ലേലൂദാസൻ നിനക്ക് അഭിഷേകത്തിന്റെ തൈലം നിന്റെ തലവേൽ ഒഴിച്ചില്ലേ? അതൊന്നും അല്ല വിഷയം. ഞാൻ നിനക്ക് തരാൻ പോകുന്നത് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നതാ. ഹല്ലേലൂയ. തമ്പുരാൻ പറയുന്നു, ഹല്ലേലൂയ, പ്രാർത്ഥന കഴിഞ്ഞു, ഹല്ലേലൂയ, എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. ശവൻ ഇറങ്ങുമ്പോൾ, ശവൻ പടിവാതിൽക്കൽ ചെല്ലുമ്പോ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, കുഞ്ഞെ, നിനക്ക് ഞാൻ പുതിയൊരു ഹൃദയം ഉണ്ടെങ്കിൽ മാത്രമേ ചലനം ചെയ്തു ഒന്നും ചെയ്തെടുക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ എന്റെ അനുഭവത്തിൽ നിന്നൊരു കാര്യം കൂടെ പറയാം. ഹല്ലേലൂയ. ദേശത്തിന് കൊള്ളാതെ, ഭവനത്തിന് കൊള്ളാതെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, മ്ലേച്ഛതയുടെ ആ മേളിൽ മ്ലേച്ഛത നടത്തി രാത്രിയുടെ യാമങ്ങളിൽ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഇല്ലാണ്ടിരിക്കുന്ന ചോദിച്ചു നോക്കിക്കോ, ഉറക്കി കടത്തിയിട്ട്, ഹല്ലേലൂയ, ഹല്ലേലൂയ, എന്റെ വണ്ടികൾ ഓടിക്കുന്ന കുഞ്ഞുങ്ങളെ ഞാൻ വിളിക്കും. രാത്രിയുടെ യാമത്തിൽ വിളിക്കടാ. എന്നെ രാത്രി 12 ആകുമ്പോൾ വിളിക്കണം. 1 മണിയാകുമ്പോൾ വിളിക്കണം. എന്തിനാച്ചാ നീ വിളിച്ചാൽ മതി, എനിക്ക് പലയിടത്ത് പോകാനുണ്ട്. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ പോയി മ്ലേച്ഛതയുടെ അകത്തളങ്ങളിൽ കിടന്ന് എന്നെ നന്ദിയോട് സ്തോത്രം. യേശുവിന്റെ നാമത്തിന് രാത്രി 2 മണിക്കും ഭവനത്തിൽ കടന്നു വരുമ്പോൾ ഞാൻ ഒരു കാഴ്ചയുടെ അകത്തളങ്ങളിൽ നിന്ന് തേങ്ങി കരയുന്ന ഒരു കണ്ണുനീർ, ഒരു ശബ്ദം, എന്തെന്ന് പോലും ചോദിക്കാൻ എനിക്ക് അന്ന് അങ്ങനെയുള്ള ഒരു ഹൃദയമില്ലായിരുന്നു. നീ എന്തിനാ കരയുന്നത്? നിനക്ക് എന്തോ വിഷയമെന്ന് ചോദിക്കാൻ ഒരു ഹൃദയമില്ലായിരുന്നു. കരയുന്നത് എന്നെ ഓർത്ത കുടുംബം തകർന്നു പോകാതിരിക്കുക, തലമുറകൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കുക, യേശുവിന്റെ
യേശുവിന്റെ നാമത്തിൽ ഹൃദയം ആമേൻ പുതിയ ഹൃദയം കൊടുത്തവൾ അകത്തവൾ എന്ന് കരയുകയാണ്. നിങ്ങൾ ഈ ഒരു ഹൃദയത്തോടെ മകൾക്കാരിൽ പോയാൽ നിങ്ങൾക്കറിയും നിങ്ങളുടെ ഭർത്താവിനെ, നിങ്ങൾക്കറിയും നിങ്ങളുടെ തലമുറയ്ക്ക്, നിങ്ങൾക്കറിയും നിങ്ങളുടെ ബന്ധുമിത്രാദികൾ ചാർച്ചക്കാർക്ക് വേണ്ടി അതിൽ വലിയ വിടുതലായി മാറും. അവർ ഇന്ന് പകൽക്കാലം ആമേ എനിക്കൊരു പുതിയ ഹൃദയം കൊണ്ടുവരുന്നു. ആ ദൈവത്തിന്റെ ആമി മാറ്റമില്ലാത്ത വചനമായി പകൽക്കാലം വായിച്ചു. പുതിയൊരു ഹൃദയം കിട്ടാതെ നമ്മളെ ഒരു കാര്യം നടക്കും, ഒന്നും ചെയ്യാൻ കഴിയും. ഏകദേശം 30 വർഷത്തിന് മുമ്പ് എന്നോട് കൂട് പറഞ്ഞതാ, നീ ജനത്തിന്റെ ഇടയിൽ ശുശ്രൂഷിക്കും, നീ ജനത്തിന്റെ ഇടയിൽ ശുശ്രൂഷിക്കും. 30 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുള്ള എന്തേ നടക്കാവുന്നത് ഹൃദയം ശരിയല്ല, ഹൃദയം ശരിയല്ല. അവിടെ കപ്പച്ചുകളും ഒക്കെ നടക്കുന്ന ഹൃദയം അതിൽ ഉള്ളിലുള്ളതുകൊണ്ട് നടന്നതും ദൈവം അതിനെ എടുത്തു മാറ്റാൻ സമയമായപ്പോൾ എടുത്തു മാറ്റിയപ്പോ ദൈവപ്രവൃത്തികൾ വെളിപ്പെടാറുണ്ട്. നാളിൽ വിദ്യാഭ്യാസം ഇല്ലാത്തവൻ, അവൻ കൂട്ടിച്ചേർത്ത് വായിക്കാൻ വയ്യാത്തവൻ, 30 വർഷക്കാലം ഈ പുസ്തകം തുറന്നുകൊണ്ടാണ് ഇതിനകത്തവങ്ങൾ എന്തായി എഴുതിയെന്ന് പോലും അറിയാൻ വയ്യാത്ത എന്നെ കൊണ്ട് ദൈവത്തെ എങ്ങനെ മാറ്റും. ആളും മാറിയവനെ പോലെ ശമൂവേലിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിച്ചു വന്ന ആ അധ്യായത്തിന്റെ ആ വാക്യത്തിന് അവസാനം എഴുതുന്നു, അവൻ ആള് മാറിയവനെ പോലെ. പകൽക്കാലം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ ഹൃദയം എനിക്ക് നൽകണം, അതെന്റെ തലമുറകളിൽ നൽകണം, എന്റെ പ്രിയപ്പെട്ടവരിൽ നൽകണം. ഹൃദയായി പോകല്ലോ, ഒരു വലിയ മാറ്റം ജീവിതത്തിലുണ്ടാകണം. എന്നെയും കൂടി എന്റെ തലമുറ കർത്താവിനെ കണ്ടെത്തുക, എന്നെയും കൂടി എന്റെ പ്രിയപ്പെട്ടവൻ ഇതിനും അധികമായി കൃപയിലേക്ക് കയറി വരുവാൻ കർത്താവ് നൽകേണ്ടത്. ഒരുമിച്ച് പ്രാർത്ഥിക്കാം, ഒരുമിച്ച് ഈ സെക്ഷൻ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുമ്പോൾ അവൻ ദൈവദാസൻ പ്രാർത്ഥിച്ച് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാൻ സ്തോത്രം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന നല്ല കർത്താവേ, തിരുനാമത്തിനായ സ്തോത്രം. കഴിഞ്ഞ ജനങ്ങളിലെല്ലാം തിരുസാന്നിധ്യം